ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ മണ്ണിടിച്ചിൽ അതിനെ പറ്റിയാണ്. നമ്മൾ ഈ സ്ട്രൈക്കും ഡിപ്പും പഠിച്ച സമയത്ത് അവിടെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. സോ ദാറ്റ് ഈസ് ദ സെയിം കേസ്. എന്ത് നല്ല നോയ്സ് വരുന്നുണ്ടെന്ന് ഒന്ന് ഓഫാക്കി വെക്കോ, ഡൗട്ട് ഉള്ളത് മാത്രം മൈക്ക് ഓൺ ആക്കുക കേട്ടോ, എനിക്ക് നല്ല നോയ്സ് കയറി വരുന്നുണ്ട്. ഓക്കെ. സോ പിന്നെ നമുക്ക് ഫ്ലഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫ്ലഡിങ് ഈ ലാൻഡ് സ്ലൈഡും ഫ്ലഡുമായിട്ട് ഭയങ്കര റിലേഷനുള്ള കാര്യമാണ്. ഓക്കെ. കാര്യം ഈ ലാൻഡ് സ്ലൈഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ എന്തിനു പറ്റും? ഫ്ലഡിന് പറ്റും. സോ പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റൽ സ്ട്രാറ്റജീസ്, എങ്ങനെ നമുക്ക് ഫ്ലഡ് മാനേജ്മെൻറ്റ് ചെയ്യാം. പിന്നെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻസ്. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ സീ വേവ്സിനെ നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ചില സമയത്ത് ഹൈ ടൈഡ് ലോ ടൈഡൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ചില സമയങ്ങളിൽ എർത്ത് കേക്സൊക്കെ മൂലം ദർ വിൽ ബി സുനാമി ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കൗണ്ടറാക്ട് ചെയ്യണം. സോ വി ആർ ഡൂയിങ് നത്തിങ് അബൌട്ട് ദ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ. എന്ത് ചെയ്യും? എൻക്രോച്ച്മെൻറ്റ് ഓഫ് സീ വിൽ ഹാപ്പൻസ്. ഓക്കെ, എൻക്രോച്ച്മെൻറ്റ് ചെയ്യും. പിന്നെ കോസ്റ്റൽ റീജിയൻസിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുള്ള റോഡ്സ്, ബ്രിഡ്ജസ്, റെയിൽവേസ് ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ എന്ത് ചെയ്യാം? ഇത് പ്രശ്നമായിട്ട് മാറ്റും. ഓക്കെ. സോ അപ്പം കോസ്റ്റൽ മാനേജ്മെൻറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ടൈഡൽ മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ സോയിൽ എറോഷനും അതിൻ്റെ എന്തൊക്കെ ടൈപ്പ് സോയിൽ എറോഷൻ ഉണ്ടോ, അതേപോലെ സോയിൽ എറോഷനെ എങ്ങനെ നമുക്ക് കൺസർവ് ചെയ്യാം. ഓക്കെ. സോയിൽ എറോഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാര്യം സോയിൽ എറോഷൻ ക്യാൻ കോസ് ആക്ച്വലി ഒരു ഡ്രാഫ്റ്റിക്കൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു സോയിൽ എറോഷൻ കാര്യം. ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ബിക്കോസ് അത് വളരെ ഒരു സ്ലോ പ്രോസസ്സാണ്. ബട്ട് ദ എഫക്റ്റ് ഈസ് ലാർജ്. അതിൻ്റെ സോയിൽ എറോഷൻ്റെ എഫക്റ്റ് ചിലപ്പോൾ ഒരു ഡൈവേഴ്സ് ഫീൽഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ ഒരു റിവേഴ്സൊക്കെ തന്നെ, നമ്മുടെ ഒരു ഫ്ലോയിങ് റിവർ തന്നെ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് എന്തിലുണ്ട്? സോയിൽ എറോഷനിലുണ്ട്. മനസ്സിലായോ പറഞ്ഞേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹലോ. ഓക്കെ. സോ ഇനി ഫസ്റ്റ് മൊഡ്യൂൾ 1 ഈ തന്നിരിക്കുന്ന മൊഡ്യൂൾ 1 ലാസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് സോയിൽ ലാൻഡ് സ്ലൈഡ്. ഈ സിലബസ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. മൊഡ്യൂൾ 1ലും 2ലും ആയിട്ടാണ് നിങ്ങളുടെ മൊഡ്യൂൾ കിടക്കുന്നത്? 6 കിടക്കുന്നത്. ഓക്കെ. മൊഡ്യൂൾ 1ഉം 2 ആയിട്ടാണ് കിടക്കുന്നത്. സോ അതിൻ്റെ അകത്ത് സോയിൽ എറോഷൻ കണ്ടായിരുന്നോ? സോയിൽ എറോഷൻ, സോയിൽ കൺസർവേഷൻ, ലാൻഡ് സ്ലൈഡ് കണ്ടായിരുന്നോ? ആ വെതറിങ് മാറ്റിക്കഴിഞ്ഞാൽ നോക്കിയാൽ മതി. വെതറിങ്ങിന് ശേഷം സോയിൽ എറോഷൻ മുതൽ കണ്ടോ? ഹലോ. ആ, ഓക്കെ. സോ സോയിൽ എറോഷൻ എന്താണ്? സോയിൽ എറോഷൻ എന്ന് പറയാം. സോ ആക്ച്വലി എന്താണ് സോയിൽ എറോഷനിൽ പറയുന്നത്? എന്താ സോയിൽ എറോഷൻ? സോയിൽ എറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ ഫ്രം വൺ പൊസിഷൻ ടു അനദർ. ഓക്കെ. റീപ്ലേസ്മെൻറ്റ് ഓഫ് സോയിൽ ഫ്രം വൺ പൊസിഷൻ ടു അനദർ ബൈ മീൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസീസ്. ഓക്കെ. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒരു എക്സ്റ്റേണൽ ഏജൻസി കാരണം ഒരു സോയിൽ, ഒരിടത്തിരിക്കുന്ന സോയിൽ വേറൊരിടത്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റുന്നത്? സോയിൽ എറോഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോ സോയിൽ എറോഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ന്യൂമറസ് ടൈപ്പ് വിച്ച് അലോങ് വിത്ത് വിൻഡ് എറോഷൻ, വാട്ടർ എറോഷൻ ആൻഡ് ഗ്രാവിറ്റി എറോഷൻ. ഓക്കെ. സോ വിൻഡ് എറോഷൻ കൊണ്ട് സംഭവിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്ത് സോയിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വിൻഡ് എറോഷൻ. സാൻഡ് ഡ്യൂൺസ് കണ്ടിട്ടുണ്ടോ? സാൻഡ് ഡ്യൂൺസ്. ഹലോ.
സാൻഡ് ഡ്യൂൺസ് ഒക്കെ ഫോം ചെയ്യാൻ ഒരു വിൻഡ് എറോഷൻ ഒരു വലിയൊരു പങ്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ വിൻഡ് എറോഷൻസ് മരങ്ങളൊക്കെ കുറവുള്ള സ്ഥലങ്ങളിലായിരിക്കും. എന്ന് പറഞ്ഞാൽ വെജിറ്റേഷൻസ് കുറവുള്ള സാഹചര്യങ്ങളിലാണ് വിൻഡ് എറോഷൻസ് കൂടുതൽ വരുന്നത്. ഈവൻ നമുക്ക് എന്ത് ചെയ്യാം, ഡെസേർട്ടൽ റീജിയൻസിലാണ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഹോട്ട് ഡെസേർട്ടൽ റീജിയൻസിൽ നമുക്ക് വിൻഡ് എറോഷൻ വരാം. അതേപോലെ സീ റീജിയൻ, കോസ്റ്റൽ റീജിയൻസിലൊക്കെ നമുക്ക് വിൻഡ് എറോഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് കൈനറ്റിക് എനർജി ഓഫ് വിൻഡ്. വിൻഡിനൊരു സ്പീഡ് വേണം, വിൻഡിനൊരു കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ വിൻഡിന് ആ സോയിൽ പാർട്ടിക്കിൾസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഇനി വാട്ടർ എറോഷൻ ഈസ് എ കോമൺ ടൈപ്പ് ഓഫ് എറോഷൻ വിച്ച് വി ക്യാൻ സീ ഇൻ സം ട്രോപ്പിക്കൽ കൺട്രീസ്. ഓക്കെ, ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ നമുക്ക് കൂടുതലും കാണാം. ഓക്കെ, ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് കൺട്രീസ് ആണ്? ഒരു ഹ്യൂമിഡ് റീജിയൻ. നമ്മുടെ ഇന്ത്യയൊക്കെ ട്രോപ്പിക്കൽ കൺട്രീസ് പറയാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, ആ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഏഷ്യൻ കൺട്രീസ് നമുക്ക് ട്രോപ്പിക്കൽ കൺട്രീസ് പറയാൻ പറ്റും. സോ ആ ഒരു ട്രോപ്പിക്കൽ റീജിയൻസിൽ വരുന്ന നമുക്ക് വാട്ടറിൻ്റെ ഫോമിൽ തന്നെ, ലിക്വിഡിൻ്റെ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സോയിൽ അവിടെ നിന്ന് എറോഡ് ചെയ്ത് പോകാം. നമുക്ക് കോമൺലി കോസ് ചെയ്യുന്ന എറോഷൻ എന്തായിരിക്കും? വാട്ടർ കൊണ്ടുള്ള എറോഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഗ്രാവിറ്റി എറോഷൻ. ഗ്രാവിറ്റി എറോഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ഹൈ സോൺ ഉണ്ട്, ഒരു ലോ സോൺ ഉണ്ട്. ഓക്കെ, ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? ലോവർ റീജിയനിൽ നിന്ന് ഹയർ റീജിയനിലോട്ടാണോ, ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലോട്ടാണോ? ഹയർ ടു ലോവർ. അപ്പോൾ മൗണ്ടൈനസ് റീജിയനിൽ നിന്ന് ലോവർ പോർഷൻ റീജിയനിലോട്ട് എപ്പോഴും ഗ്രാവിറ്റി ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവിക്കും? ആ സോയിൽ താഴോട്ട് വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ക്ലിഫിനൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. ക്ലിഫൊക്കെ പൊളിഞ്ഞു വീഴാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. എപ്പോഴും ഗ്രാവിറ്റിയുടെ അണ്ടറിൽ നിൽക്കുന്ന, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ ആക്ട് ചെയ്യും. സോ ദറ്റ് ഈസ് കാൾഡ് ഗ്രാവിറ്റി എറോഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ, സ്ലോപ്പ്, ചരിവ്, കുന്നിൻ ചരിവ്, ഹിൽസ്, സ്ലോപ്സ് എല്ലാം എന്താണ്? ഈ ഗ്രാവിറ്റി എറോഷൻസിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഹിൽസും സ്ലോപ്സും ഒക്കെ എന്താണ്? ഗ്രാവിറ്റി എറോഷൻ്റെ ഒരു പാർട്ടാണ്. ഇനി അടുത്ത നമുക്ക് പറയാൻ പറ്റുന്നതാണ് ടൈപ്സ് ഓഫ് വാട്ടർ എറോഷൻ. വാട്ടർ എറോഷൻ്റെ ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഷീറ്റ് എറോഷൻ ആൻഡ് ഗള്ളി എറോഷൻ. എന്താണ്? ഷീറ്റ് എറോഷൻ ആൻഡ് ഗള്ളി എറോഷൻ. ഷീറ്റ് എറോഷൻ എന്ന് പറയുമ്പോൾ ഒരു തിൻ ലെയർ ഓഫ് സോയിൽ കോൺസ്റ്റൻ്റ്ലി റിമൂവ് ചെയ്ത് പോവാണ്. ഓക്കെ, തിൻ ലെയർ ഓഫ് സോയിൽ, ഈവൻലി തിൻ ലെയർ ഓഫ് സോയിൽ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ഒരു ചെറിയ ഒരു തിൻ ലെയർ ഓഫ് സോയിൽ എന്ത് ചെയ്യാണ്? റിമൂവ് ആവുകയാണ്. അതിനാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഷീറ്റ് എറോഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എ ഗള്ളി എറോഷൻ. ഗള്ളി എറോഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുണ്ടും കുഴിയായിട്ട് എറോഡ് ചെയ്യുന്നത് അൺഈവൺ ആയിരിക്കും. അവിടെ എന്ത് സംഭവിക്കാം? ഒരു സ്ഥലത്ത് കൂടുതൽ എറോഷൻ സംഭവിക്കാം, ഒരു സ്ഥലത്ത് കുറച്ച് എറോഷൻ ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ എറോഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് പോലെ, ഗള്ളി ട്രാപ്സ് പോലെ ഉണ്ടാവുന്ന എറോഷൻസിനെയാണ് ഗള്ളി എറോഷൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇതേപോലെ ആയിരിക്കും ഗള്ളി എറോഷൻസ് ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യും? ആ സോയിൽ ഇറോഡ് ചെയ്ത് പോകും. നമ്മുടെ കറ്റാസ്ട്രോഫിക്കൽ ഈവൻസ് ഒക്കെ നടക്കുമ്പോൾ ഈ ഗള്ളി എറോഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. കറ്റാസ്ട്രോഫിക്കൽ ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ് ആണ് ഉരുൾപൊട്ടൽ, അതുണ്ടാവുമ്പോൾ അങ്ങനെ. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പോണ്ടേനിയസ് ഈവൻ്റാണ് ലാൻഡ് സ്ലൈഡ്. എറോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ സ്പോണ്ടേനിയസ് ഈവൻറ്റ്. ഇതൊരു ലോങ് ടൈം ഇവൻ്റ് ആയിരിക്കും എറോഷൻ. ഓക്കെ, എറോഷൻ ക്യാൻ ബി, ഇപ്പോൾ ഒരു എറോഷൻ പെട്ടെന്ന് ഇറോഡ് ചെയ്യില്ല, മനസ്സിലായോ? ഒരിക്കൽ വെള്ളം കൊണ്ട് ഒരു സമയം പോയി എന്ന് പറയുന്നത് അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഇറോഡ് ചെയ്യും. ബട്ട് ദ ലാൻഡ് സ്ലൈഡ്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഈസ് എ സ്പോണ്ടേനിയസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഇവൻറ്റ്. ഓക്കെ, ഇറ്റ്സ് കൺസിഡർ ആസ് ആൻ ഹസാർഡസ് ഇവൻറ്റ്. ഓക്കെ, അതൊരു ഹസാർഡസ് ഇവൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ലാൻഡ് സ്ലൈഡിനെ നമ്മൾ നോട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോട്ട് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ? ആ ഷീറ്റിലോട്ട് ഇടല്ലേ എന്ന് പറ. ഡൈവേഷൻ ഡിച്ച്. ഓക്കെ, ഇറോഷൻസ് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ,
സോ ഇറോഷനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൻ്റെ അത് ചിന്തിക്കരുത്. ഈ ടൈപ്പ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്ന സബ്സിഡറി ക്വസ്റ്റ്യൻ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ലാൻഡ് സ്ലൈഡ്. എന്താണ് ലാൻഡ് സ്ലൈഡ്? എന്താണ് ആക്ച്വലി ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ? ഇപ്പോൾ ഞാൻ പറഞ്ഞതുണ്ടായിരുന്നു എന്താണ് ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡിൽ ഈ സാച്ചുറേഷൻ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നിങ്ങൾ ജിയോ ടെക്നിക്കലൊക്കെ പഠിച്ച സാച്ചുറേഷൻ, വെള്ളം നിറഞ്ഞ് ആണ് എന്ത് സംഭവിക്കുന്നത്? ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നത്. ഓക്കെ, വാട്ടറിൻ്റെ ആക്ഷൻസ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലാൻഡ് സ്ലൈഡ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്. വാട്ടറിൻ്റെ ആക്ഷൻസ് ഇല്ലാതെയും ലാൻഡ് സ്ലൈഡ് കുറവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പോകുമ്പോൾ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് സഡൻ ആയിട്ട് മാറണം. ഇപ്പം ഒരു മോയ്സ്ചർ റീജിയൻ ആയിരുന്നു, പെട്ടെന്ന് അവിടെ വരൾച്ച വന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഹീറ്റ് പെട്ടെന്ന് അവിടുത്തെ ഹീറ്റിന് പ്രശ്നമുണ്ടായി. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിന് പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? പെട്ടെന്ന് വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ ആ സോയിലിൻ്റെ ബോണ്ട് നഷ്ടപ്പെടും. ആ സോയിൽ എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ഇനി ലാൻഡ് സ്ലൈഡിൻ്റെ ഡെഫിനേഷൻ നോക്കുക. ദ സ്ലിപ്പ്, ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ലാൻഡ് സ്ലിപ്പ് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? സോയിൽ സ്ലിപ്പ് എന്ന് പറയാം. ദ മൂവ്മെൻറ്റ് ഡൗൺവേർഡ് ഓഫ് മാസ് ഓഫ് റോക്ക്, ഡെബ്രിസ്, എർത്ത്. ഓക്കെ, സോയിൽ മാത്രമല്ല, എർത്ത് ഉണ്ടാവാം, ഡെബ്രിസ് ഉണ്ടാവാം. ഡെബ്രിസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഇതേപോലെ കല്ല്, കുഞ്ഞു കല്ല്, ചെറിയ കല്ലും മണ്ണൊക്കെ കൂടുന്നുള്ള പാർട്ടിക്കിൾസ് ഡെബ്രിസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിമോളിഷൻസിലുണ്ടാവുന്ന പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അൺഈവൻ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെബ്രിസ് എന്ന് വിളിക്കാം. സോ ആ ഡെബ്രിസ് കാരണം ആ ഡെബ്രിസ് എല്ലാം കൂടെ വരുന്നത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ലാൻഡ് സ്ലൈഡ് നമുക്ക് ഗ്രാവിറ്റിയുടെ അണ്ടറിലായിരിക്കും കൂടുതൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള റീജിയനിലേക്കാളും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് എവിടെയാണ്? ഗ്രാവിറ്റി ആക്ഷൻസ് കൂടുതലുള്ള റീജിയനിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ ചരിവ് അല്ലെങ്കിൽ ഒരു ഹയർ റീജിയൻ ആയിരിക്കും നമുക്ക് എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഒരു പ്ലെയിൻ റീജിയനിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് എപ്പോഴും ഉണ്ടാവും. ആ സ്ലോപ്പിൻ്റെ ടോയിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡിൽ ടു ക്രൗൺ ടു ടോയ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. ഒരു ഹയർ റീജിയൻ, ലോവർ റീജിയനിലായിരിക്കും ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് ലാൻഡ് സ്ലൈഡ് ഉണ്ട്, അതേപോലെ പർട്ടിക്കുലർ ആയിട്ട് ലാൻഡ് സ്ലൈഡ് വരാം. ഇപ്പോൾ ഒരു ലെയർ ബൈ ലെയർ എന്ത് ചെയ്യാം? ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? എന്താ? ആ ഫിഗർ വരച്ചേക്ക്. ഫിഗർ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, മാർക്ക് ചെയ്തേക്ക് എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൻ്റെ പാർട്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്രൗൺ എന്ന് പറയുമ്പോൾ അപ്പർ മോസ്റ്റ് പോയിന്റ് ആണ്. അക്യുമുലേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് വരുന്നത്. അക്യുമുലേഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്? മെറ്റീരിയൽ റിമൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ആ മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്ത് വരുന്നത് അക്യുമുലേഷനിലാണ്. ഓക്കെ, അടിയെ അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് നോക്കി, വാപ്പന്മാരെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് നോക്കി. ഓക്കെ, അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെയിൻ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കി, മെയിൻ സ്ക്രാപ്പ് എന്താ കാണാൻ പറ്റുന്നത്? അതിൻ്റെ അകത്ത് മെയിൻ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോയിൽ ഇളവി പോയ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സോയിൽ ലാൻഡ് സ്ലൈഡിൻ്റെ ഓപ്പോസിറ്റ്, അത് വെർബൽ വേർഡിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലാൻഡ് സ്ലൈഡിൻ്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മൂവ് ചെയ്യുന്നത്? മണ്ണാണ് മൂവ് ചെയ്യുന്നത്. ആ മണ്ണ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലെങ്ത് ആണ് പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് കുറേ മണ്ണ് മൂവ് ചെയ്ത് മാറി. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവും. മനസ്സിലായോ?
ക്ലിയർ ആയോ പറഞ്ഞേ? അപ്പം ഞാൻ അതാ പറഞ്ഞേ, ഒരുപാട് കൂടുതൽ സോയിൽ റിമൂവ് ചെയ്ത പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൈനർ സ്ക്രാപ്പ് ഉണ്ട്. മൈനർ സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ സോയിൽ, ഏറ്റവും അവസാനം ലാൻഡ് സ്ലൈഡിൻ്റെ ഏറ്റവും അവസാനത്തെ റീജിയനിലൊക്കെയാണ് മൈനർ സ്ക്രാപ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെയിൻ ബോഡി എവിടെയാണ് റീജിയനിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്തത്? ഏതൊക്കെ റീജിയനിലാണ് നമുക്ക് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്തത്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ ബോഡി എന്ന് വിളിക്കുന്നത്. ഫ്ലാങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള പാർട്ടിക്കിൾ. ഓക്കെ, അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഇളകി പോകാത്ത കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിനെ നമുക്ക് ഫ്ലാങ്ക്സ് എന്ന് വിളിക്കാം. ഫൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ടോയുടെ റീജിയനിലാണ്. ടോ റീജിയൻ നമ്മളറിയാമല്ലോ, സ്ലോപ്പിൻ്റെ ടോ റീജിയൻ, ബേസ് റീജിയനൊക്കെ അറിയാമല്ലോ. ആ ടോ റീജിയനിൽ ഉണ്ടാകുന്ന ആ പോർഷനെയാണ് നമ്മൾ, ആ ഇളകി വന്ന സോയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൂട്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, സോ ഇനി ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നിങ്ങൾ ടൈപ്സ് ഓഫ് ലാൻഡ് സ്ലൈഡുകൾ ഇതിൽ പഠിച്ചതാണ്, ഇവിടെ GT പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? GT നിങ്ങൾ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന്. ബേസ് ഫെയിലിയർ, ടോ ഫെയിലിയർ, വെഡ്ജ് ഫെയിലിയർ, റൊട്ടേഷണൽ ഫെയിലിയർ പഠിച്ചിട്ടില്ലേ? ആ, ഓക്കെ. അപ്പോൾ റൊട്ടേഷണൽ ഫെയിലിയറും ട്രാൻസ്ലേഷൻ ഫെയിലിയറാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോയിൽ ഉരുണ്ട് വരിക. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ നിരങ്ങി വരിക. ഓക്കെ, റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഉരുണ്ട് വരുന്ന ടൈപ്പ് ഫെയിലിയർ ആയിരിക്കും. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിരങ്ങി വരുന്നത്. റൊട്ടേഷനും ട്രാൻസ്ലേഷനും എന്താണ്? ഉരുണ്ട് വരികയും ചെയ്യുന്നു, നിരങ്ങി വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? റൊട്ടേഷനും ഉണ്ടാവും, അവിടെ റവല്യൂഷനും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അതിൻ്റെ അകത്ത് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻ വിച്ച് സോയിൽ സർഫസ് ഈസ് കർവ്ഡ് കോൺകേവ്ലി അപ്വേർഡ് ആൻഡ് ദ സൈഡ് മൂവ്മെൻറ്റ് ഈസ് റഫ് ആൻഡ് റൊട്ടേഷൻ അബൌട്ട് ദ ആക്സിസ് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് മാത്രം സോയിൽ ഉരുണ്ട് മാറും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഴി പോലെ രൂപപ്പെടും, ഒരു കോൺകേവ് ഷേപ്പിൽ രൂപപ്പെടും. മനസ്സിലായോ? ഒരു പോർഷനിൽ മാത്രം എന്ത് ചെയ്യും? അവിടെ കാണത്തില്ല. അതിൻ്റെ ടോ റീജിയനിലൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്ഷെ നടുക്കൊരു ഭാഗത്ത് മാത്രം എന്ത് ചെയ്യുന്നു? ഒരു കുഴിഞ്ഞ് ഒരു റീജിയൻ. കാര്യം അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് പാർട്ടിക്കിൾ അളവിൽ പോവുകയാണ് ചെയ്തത്. ക്ലിയർ? ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവിടുന്ന് മൊത്തത്തോടെ എന്ത് ചെയ്യും? നിരങ്ങി വരുന്നതുകൊണ്ട് തൊട്ടടുത്ത സോയിലിനെ അതിൻ്റെ അടുത്തുള്ള സോയിലിനെയും കൂടെ നിരക്കി കൊണ്ടുവരുന്നത് എന്തിൽ? ട്രാൻസ്ലേഷൻ ഫെയിലിയറിൽ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഈ ട്രാൻസ്ലേഷനിലാണ് ബ്ലോക്ക് സ്ലൈഡ് എന്ന് വിളിക്കുന്നത്. ബ്ലോക്ക് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഹ്യൂജ് മാസ്, ആ ചിലപ്പോൾ മല തന്നെ എന്ത് ചെയ്ത് വരും? ഇളകി വരും. ഓക്കെ, അല്ലെങ്കിൽ ആ ഹില്ലി റീജിയൻ മൊത്തമായിട്ട് എന്തിൽ വരാം? ട്രാൻസ്ലേഷനിൽ വരാം. റൊട്ടേഷനിൽ അങ്ങനെ വരില്ല, ഒരു പാർട്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഈ ഫിഗർ കണ്ടോ? ഇതൊരു റൊട്ടേഷണൽ ഫെയിലിയറാണ്. മനസ്സിലായോ? ആ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്തു? ഇളകി പോയി. ഇതൊരു ട്രാൻസ്ലേഷണൽ ഇതും റൊട്ടേഷണൽ ഫെയിലിയറാണ്, ഇതൊരു ട്രാൻസ്ലേഷണൽ ഫെയിലിയറാണ്. കണ്ടോ? മൊത്തത്തിൽ എന്ത് ചെയ്തു? ആ സോയിൽ ഇളകി വരുന്നു. ഓക്കെ, റൊട്ടേഷണൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സോണിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഡേഞ്ചറസ് ഏതായിരിക്കും? ട്രാൻസ്ലേഷണൽ ഫെയിലിയറാണ് കൂടുതലും ഡേഞ്ചറസ്. നമ്മളെ കേരളത്തിൽ കൂടുതലും നടക്കുന്നത് ട്രാൻസ്ലേഷണൽ ഫെയിലിയറാണ്. ഓക്കെ, ഇനി ഫാൾസ് എന്താ? ഫാൾസ് ഒരു സാധനം ഇളകി വീഴുന്നു. കൂടുതലും ക്ലിഫിലാണ് സംഭവിക്കുന്നത്. ഒരു മുകളിലിരിക്കുന്ന സാധനം പെട്ടെന്ന് അടർന്ന് വീഴുന്നു. മുകളിലിരിക്കുന്ന സാധനം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അബ്രപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോൾ ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോൾ എന്ന് വിളിക്കുന്നത്. ക്ലിഫ്സിലായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത്. എവിടെയായിരിക്കും സംഭവിക്കുന്നത്? ക്ലിഫ് വേലീസിലായിരിക്കും സംഭവിക്കുന്നത്. മനസ്സിലായോ? ഹലോ? ഓക്കെ, റീജിയൻ കൂടുതലും വെർട്ടിക്കലായിരിക്കും. റീജിയൻ കൂടുതലും എന്തായിരിക്കും? വെർട്ടിക്കൽ റീജിയൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഒരു 45, ഞാൻ പറഞ്ഞ പോലെ 45 to 90 ഡിഗ്രി ആയിരിക്കും. വളരെ റാപ്പിഡ് ആയിരിക്കും. വളരെ റാപ്പിഡും ഡേഞ്ചറസും ആയിരിക്കും. വളരെ റാപ്പിഡും എന്തായിരിക്കും? ഡേഞ്ചറസും ആയിരിക്കും. ഓക്കെ, സോ ഇത് സംഭവിക്കുന്നത്, ഇതിന് വെതറിങ് ആക്ഷൻസ്, ഇതിന് കുറേ കാര്യമുണ്ട്. ഈ സ്ലൈഡ് സംഭവിക്കുന്നത് വെതറിങ് കൊണ്ട്, അതേപോലെ ടെമ്പറേച്ചർ ചേഞ്ചസ് കൊണ്ട്, ലോഡ് കൊണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് ലോഡ്സൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ ഒരുപാട് ലോഡ്സൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിൻ്റെ റേഡിയൽ സോണിലാണ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻസും എന്തിലുണ്ടാവും?
ഇതിലുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ടോപ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് ഭാഗം സ്ലൈസ് ചെയ്ത പോലെ ഇളകി വരും. എന്താണ് ഇളകി വരും? ഒരു പിവറ്റ്, എബൌട്ട് എ പിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ കുത്തി നിൽക്കും. മനസ്സിലായോ? ഒരു പോയിന്റിലായിരിക്കും റൊട്ടേഷൻ സംഭവിക്കുന്നത്. പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മൊത്തം മറിഞ്ഞു വീഴും. ക്ലിയർ ആയോ? ആ പോയിന്റിൽ മറ്റേ എന്തുണ്ടാവില്ല, സ്ലൈഡ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അവിടെ ആയിരിക്കും. ഒരു വെഡ്ജ് ഷേപ്പിലായിരിക്കും ഇളകി വീഴുന്നത്. എന്ത് ഷേപ്പിലായിരിക്കും? വെഡ്ജ് ഷേപ്പിലായിരിക്കും ഇളകി വീഴുന്നത്. ക്ലിയർ? ആ പാറ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഒരു 0 പോയിന്റ് ആയിരിക്കും, മുകളിൽ ഒരു വലിയ മാസമായിരിക്കും. ഓക്കെ, ഇനി ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളം ഒഴുകി പോവുക, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോസ് ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും പമ്പ് ഔട്ട് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഗ്രൗണ്ടിൽ കൂടെ പമ്പ് ഔട്ട്, പുതിയൊരു പൈപ്പ് ലൈനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഇതിനെയാണ് നമ്മൾ ഫ്ലോസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകി പോവുക. സോയിൽ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഒഴുകി പോവുക. ഓക്കെ, വാട്ടർ വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് എന്ത് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ആ മൈക്കൊന്ന് ഓഫാക്കി വെച്ചേ. ഇത് വളരെ നോയ്സ് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഹെഡ്സെറ്റ് എന്തെങ്കിലും എടുത്ത് വെച്ചേ. അപ്പോൾ അത് ഓഫാക്കി വെക്കേ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഡെബ്രിസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോയിൽ ഉണ്ടാവുന്നതാണ് ടൈപ്പാണ് ഡെബ്രിസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചില സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ചെളി, മണ്ണ് എല്ലാം കൂടെ കലങ്ങി അടിച്ച് വരും. ഒരുമാതിരി കുഴമ്പ് പരുവത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഡേഞ്ചറസ് ആണ്. കാര്യം ഇതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. ഒരു ലാൻഡ് സ്ലൈഡൊക്കെ ആണെങ്കിൽ മണ്ണാണ് വരുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റോക്കാണ് വരുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് അവിടെയുള്ള ചെളി, ഡെബ്രിസ് ഒരു കലങ്ങി ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു ചെളി ഫില്ല് ചെയ്ത് കിടക്കുന്ന പോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. 50% ലെസ് ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, 50% ലെസ് എന്തുണ്ടാവും? ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. കൂടുതലും ഈ കല്ല്, മണ്ണ് അതുപോലുള്ള ചെറിയ ആ സൈസുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്ലോപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ചരിവ് കൂടുന്നത്, സ്റ്റീപ്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി കൂടി വരും. ക്ലിയർ? ഫ്ലോസിൽ ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും 2 എണ്ണം പഠിച്ചാൽ മതി. മഡ് ഫ്ലോയും ഇതും പഠിച്ചു വെച്ചാൽ മതി. മഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻ പാർട്ടിക്കിൾ ആയിരിക്കും കൂടുതൽ. ഡെബ്രിസ് ഫ്ലോയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ല്, മണ്ണൊക്കെ ആണെങ്കിൽ മഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽട്ട് പാർട്ടിക്കിൾസ്, ഫൈനർ പാർട്ടിക്കിൾസ് 50% കൂടുതലുണ്ടാവും. സിൽട്ട് പാർട്ടിക്കിൾസ് ആയിരിക്കും കൂടുതൽ. അതിൻ്റെ അകത്ത് നമ്മളൊരു വെള്ളം നിറഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഫീലായിരിക്കും. പക്ഷേ നമുക്ക് ചെളിയിൽ ചെളിയാണത് കംപ്ലീറ്റ്. നമ്മൾ താന്ന് പോകും. അതിൻ്റെ അകത്ത് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താന്ന് പോകും. ഡെബ്രിസ് കാര്യങ്ങളുണ്ടാവില്ല. ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും അവിടെ കൂടുതൽ വരുന്നത്. ഓക്കെ, ഫൈൻ പാർട്ടിക്കിൾസ് കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെന്ത് സംഭവിക്കാം? ഗ്രാവിറ്റി അകത്തോട്ടായിരിക്കും വലിക്കുന്നത്. ഓക്കെ, നമുക്ക് അവിടെ അതിൻ്റെ അകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ വലിയ പാടാണ്. ഓക്കെ, അല്ല, നമ്മൾ വന്ന് ചെളി നിറഞ്ഞ് കിടക്കില്ലേ, കംപ്ലീറ്റ് പ്യുവർ ചെളി നിറച്ചിട്ടിരിക്കുന്ന പോലെ ആവും. അവിടെ ചെളി നിറഞ്ഞ് കിടക്കില്ലേ? ഹലോ, മനസ്സിലായി. ഇതേപോലെ ഉണ്ടോ? ഇത് ചെറുതാണ്, നമ്മുടെ നാട്ടിലൊക്കെ അതിൽ വലുതൊക്കെയാണ് കാണുന്നത്. ഇനി ലാൻഡ് സ്ലൈഡിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ് പറഞ്ഞു. ഇനി ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് അത് ലാൻഡ് സ്ലൈഡിൽ വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? റോക്ക്, എർത്ത്, ഡെബ്രിസ്. ചിലപ്പോൾ റോക്കി പാർട്ടിക്കിൾസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? റോക്ക് ലാൻഡ് സ്ലൈഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത ഡെബ്രിസ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മണ്ണ് മാത്രമാണെങ്കിൽ എന്താണ്? എർത്തൻ ലാൻഡ് സ്ലൈഡ്. ഡെബ്രിസ് ആണെങ്കിൽ ഡെബ്രിസ് ലാൻഡ് സ്ലൈഡ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ക്ലിയർ ആയോ?
ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. കൺട്രോൾ ഓഫ് ലാൻഡ് സ്ലൈഡ്സ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഹൗ വി ക്യാൻ കൺട്രോൾ, അല്ലെങ്കിൽ ഹൗ ടു കൺട്രോൾ, അല്ലെങ്കിൽ ഹൗ ടു മോണിറ്റർ. നമുക്ക് ഈ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിന് ശേഷം പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ? ഉണ്ടോ? ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പോൾ അതിന് വരുന്നതിന് മുന്നേ ലാൻഡ് സ്ലൈഡ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹില്ല് കണ്ടു കഴിഞ്ഞാൽ ഈ ഹില്ല് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രൊട്ടക്ഷൻ വർക്കൊക്കെ ചെയ്ത് നമുക്ക് ആ ലാൻഡ് സ്ലൈഡ് വന്നാൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, ക്ലിയർ? നമുക്ക് ലാൻഡ് സ്ലൈഡിനെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. മനസ്സിലായോ? 100% നമുക്ക് ഒരിക്കലും അത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. So we have some restrictions about the landslide. We can prevent the landslide by certain applications, geotechnical applications. We can prevent the landslide. Okay. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോണിറ്ററിങ്, രണ്ടാമത് കൺട്രോൾ. മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിരീക്ഷിക്കുന്നത് അതിൻ്റെ ഉള്ള സ്ലോപ്പ് ആംഗിൾസ്, അതിൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയാസ്, അതിൻ്റെ ഗ്രാവിറ്റി പൊസിഷൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് ഇത് വെർജ് ഓഫ് ഫെയിലിയറിലാണോ അല്ലെങ്കിൽ അത് നമ്മൾ നിരീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണിറ്റർ ചെയ്യുന്നത്. മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ മെഷേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ മോണിറ്ററിൽ ട്രീസിൻ്റെ നമുക്ക് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡോടെ കുറവായിരിക്കും. ഒരു മൊട്ടക്കുന്നൊക്കെയാണ് ലാൻഡ് സ്ലൈഡ് കൂടുതൽ വരുന്നത്. അപ്പോൾ ട്രീസൊക്കെ പെട്ടെന്ന് നമ്മളൊരു ഹില്ലി റീജിയനിൽ ഒരുപാട് ട്രീസൊക്കെ ഒരേ സമയം പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു വിത്തിൻ 6 months അതിൻ്റെ റൂട്ടെല്ലാം ഡീക്ക് ചെയ്ത് പോകും. ആ റൂട്ടെല്ലാം ഡീക്ക് ചെയ്ത് പോയിട്ട് അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊട്ടക്ഷൻ വർക്ക്സ് നമ്മൾ ചെയ്യണം. അതേപോലെ എർത്ത് പെട്ടെന്നൊരു ബൾജിങ് ഒക്കെ നമുക്ക് കാണുകയാണ്. അവിടെ ഒരു ബൾജ് ചെയ്ത് വരുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തോട്ട് ചരിഞ്ഞ് വരുന്ന പോലെ തോന്നുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. പിന്നെ അപ്പിയറൻസ്, ക്രാക്സ്, ബ്ലിസ്റ്ററിങ്സ് അതൊക്കെ ഉണ്ടോ എന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ എന്താണ്? വാട്ടർ വരുന്നുണ്ടോ? അതിൻ്റെ അകത്ത് വാട്ടർ ചിലപ്പോൾ അതുവരെ വാട്ടറൊന്നും വരുന്നില്ലായിരിക്കും. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ആ കുന്നിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരാൻ ചാൻസ്. അതെന്താണ്? അത് വാട്ടർ ടേബിൾ റൈസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അതൊക്കെ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി നമുക്ക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇൻഡിക്കേഷൻസോ? ലാൻഡ് സ്ലൈഡ് വരുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമ്മൾ നോക്കണമെന്നോ? ഓക്കെ, നമുക്ക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? നമുക്കൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ലാൻഡ് സ്ലൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ആ എക്യുപ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേസർ എക്യുപ്മെൻറ്റ്സ്, സെറ്റിൽമെൻറ്റ് ഗേജസ്, എക്സ്റ്റൻഷോമീറ്റർ എക്സെട്ര. അങ്ങനെ ഒരുപാട് ജിയോ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നമുക്ക് നോട്ടിഫൈ ചെയ്യുന്ന അവിടെയുള്ള ഒരു റീജിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ സെൻസേഴ്സ് ഉള്ള എക്സ്റ്റൻഷോമീറ്റേഴ്സ് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് നമുക്ക് വാർണിംഗ് സൈൻ നമുക്ക് കിട്ടും. ആ വാർണിംഗ് സൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പം പൊളിഞ്ഞ് പോകാറുള്ളത് നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള കാഷ്വാലിറ്റീസ് ഒക്കെ ഒഴിവാക്കാം. അവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഐസൊലേറ്റ് ചെയ്യാം. അവിടെയുള്ള പീപ്പിൾസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം. ഇനി ആൾവാസം ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? താഴെയൊക്കെ ഈ സോയിൽ വന്ന് കയറാതെ നമുക്ക് പ്രൊട്ടക്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഇനി കൺട്രോൾസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള റീറ്റേണിംഗ് വാൾസ്, അതേപോലെ സോയിൽ നെയിലിംഗ്, ഗ്രൗട്ടിങ്, അതേപോലെ സോയിൽ സ്റ്റെബിലൈസേഷൻ, സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജിയോ ടെക്നിക്കൽ എക്സാമിനേഷൻസ് നടത്തും. നമ്മൾ കൺട്രോളിന് മുന്നേ അവിടെ എന്താണ് ആ സോയിലിൻ്റെ പ്രശ്നം, ഏത് ടൈപ്പ് സോയിലൊക്കെയാണ് അവിടെ ഉള്ളത്, ആ സോയിലിൻ്റെ ഘടന എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം വലുതാണ് അവിടുത്തെ പ്രഷർ, അതിൻ്റെ അകത്തുള്ള സോയിലിൻ്റെ വാട്ടറിൻ്റെ പ്രഷർ എത്രയാണ്, അവിടുത്തെ വാട്ടർ ടേബിൾ എത്രയാണ്, ആ സോണെല്ലാം എർത്ത് കേക്ക് റീജിയനിലാണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ അടുത്ത് ഡാംസോ റിവേഴ്സോ പോൺസോ സിയോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് സ്റ്റെബിലിറ്റി ചെയ്യാം, എഞ്ചിനീയറിംഗ് സ്റ്റെബിലിറ്റീസ് ചെയ്യാം, കെമിക്കൽ സ്റ്റെബിലൈസേഷൻസ് ചെയ്യാം, ബയോ റെമഡിയേഷൻസ് ചെയ്യാം. ബയോ റെമഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈറ്റോ റെമഡിയേഷൻസ് പോലുള്ള ബയോ റെമഡിയേഷൻ, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം, പെട്ടെന്ന് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോയിൽ സ്റ്റെബിലൈസേഷൻസ് നമുക്ക് ചെയ്യാം. സോയിൽ സ്റ്റെബിലൈസേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ സ്റ്റെബിലൈസേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രൗട്ടിങ്,
പൈലിങ്സ്, നമുക്ക് സീക്കൻ പൈല് അല്ലെങ്കിൽ ടാൻഷൻ പൈൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? സോ ഞാനത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്ലോപ്പ് ട്രീറ്റ്മെൻറ്റ്. ഇനി അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മരങ്ങൾ വെട്ടുന്നത് കുറയ്ക്കുക, മരങ്ങൾ ഒരുപാട് വയ്ക്കുക. ഓക്കെ, ഡ്രെയിനേജ് മെത്തേഡ്. ഓക്കെ, ഡ്രെയിനേജ് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഡ്രെയിനേജ് മെത്തേഡ് എന്ന് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഈ വെള്ളം നിറഞ്ഞ് ആ റീജിയൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്, വെള്ളം പുറത്ത് പോകാൻ പറ്റില്ല. ഒരു റീജിയനിൽ വെള്ളം ഒരുപാടായിട്ട് നിറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു റീജിയനിൽ വാട്ടർ ഒരുപാടായിട്ട് നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കൂടും. പോർ വാട്ടർ പ്രഷർ വളരെ കൂടുകയും ആ പോർ വാട്ടർ പ്രഷർ കൊണ്ട് ആ പോർ വാട്ടർ പ്രഷർ പുറത്ത് പോകുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ പോർ വാട്ടർ പ്രഷർ പുറത്ത് പോകുന്നതിനനുസരിച്ച് അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വരാൻ വേണ്ടി നമ്മൾ ഡ്രെയിനേജ്, നമ്മൾ ഹോസൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവിടെ ഈ ഇതിൻ്റെ അകത്തുള്ള വാട്ടർ എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, പൈപ്പ്സ് കണക്ഷൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. കൂടുതലും ബോട്ടത്തിലായിരിക്കും വെക്കുന്ന കാര്യം, വാട്ടറിൻ്റെ പ്രഷർ കൂടുതലും ബോട്ടത്തിലായിരിക്കും. ക്ലിയർ ആയോ? സോ ഗ്രൗട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. സിമെൻറ്റിൻ്റെ മിക്സ്ചർ ഹൈ പ്രഷറിൽ അതിൻ്റെ അകത്തോട്ട് ഒരു ക്രാക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു റോക്കി മാറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രാക്സ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തൂടെ പൈപ്പ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈ പ്രഷറിൽ അതിൻ്റെ അകത്ത് ഗ്രൗട്ട് ചെയ്ത് കയറ്റാൻ പറ്റും. ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഈ സിമെൻറ്റ് സാൻഡ് മിക്സ്ചറിനെയാണ് ഗ്രൗട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ റീറ്റേണിംഗ് വാൾ, പ്രൊട്ടക്ഷൻ വാൾസ് നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഗ്രൗട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ക്രാക്സ് ഫില്ലാവും, അവിടെ സിമെൻറ്റ് നിറയും. സിമെൻറ്റ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഗേബിയൻ വാളെന്ന് കേട്ടിട്ടുണ്ടോ? ഗേബിയൻ വാളെന്ന് പറയുമ്പോൾ നമ്മൾ ആപ്രോൺസ് പോലെ വലിയ വെയിറ്റ് കൂടുതലുള്ള സ്ട്രക്ചർ നമ്മളവിടെ ചെയ്യുന്നതാണ്. ആ ഈ വെയിറ്റ് കാരണം അതെന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും, സോയിൽ ഇളകി വരത്തില്ല. അതിന് വലിയ ഗേബിയൻ വാൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ആണ് റീറ്റേണിംഗ് വാളും സെയിം പർപ്പസ് ആണ്. പക്ഷേ ആ റീറ്റേണിംഗ് വാൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിൽ ചെയ്യുന്നതാണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് റീറ്റേണിംഗ് വാൾ ഉണ്ട്. എർത്തൻ ഉണ്ട്, RCC റീഇൻഫോഴ്സ്ഡ് ഉണ്ട്. ഓക്കെ, അത് എവിടെയാണോ സ്യൂട്ടബിൾ ആ സ്യൂട്ടബിൾ റീറ്റേണിംഗ് വാൾ നമുക്ക് ചെയ്യാം. റീറ്റേണിംഗ് വാളാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ചില ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് റീറ്റേണിംഗ് വാളിന് റെസ്ട്രിക്ഷൻസ് വരും. ഓക്കെ, ഒരുപാട് ഹൈറ്റ് ഉണ്ടെങ്കിൽ റീറ്റേണിംഗ് വാള് ഫെയിൽ ആവാൻ ചാൻസ് കൂടുതലുമാണ്. ക്ലിയർ? ഓക്കെ, ഇനി റിയൽ ടൈം വാർണിംഗ് സിസ്റ്റംസ്. ഞാൻ പറയുന്ന പോലെ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഓക്കെ, പൊളിഞ്ഞ് വീണിച്ച് പറഞ്ഞ കാര്യമില്ല, അതിന് മുമ്പ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ സംഭവിക്കുക. അതാണ് നമ്മൾ സെൻസേഴ്സൊക്കെ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതിൽ നിന്ന് വാർണിംഗ് സൈൻസ് ഒക്കെ വന്നിട്ട് നമുക്കൊരു വെർജ് ഓഫ് ഫെയിലിയർ നിൽക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അവിടെ പോയി പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എങ്കിൽ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാം കൂടെ പുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ട് വെർജ് ഓഫ് ഫെയിലിയറിൻ്റെ ലിമിറ്റ് നമ്മൾ നോക്കുക. ഒരു 10 ദിവസത്തിനകം ഫെയിലാവും, അല്ലെങ്കിൽ ഏത് നിമിഷമോ ഫെയിലാവാൻ നിൽക്കുന്നതിനെ നമുക്ക് പോയി പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വാർണിംഗ് സൈൻസൊക്കെ അവിടെയുള്ള കാഷ്വാലിറ്റീസ് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങൾ ഇത്രേ നമുക്കുള്ളൂ. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മീനിങ് ആണ് പറയുന്നത്. ഞാൻ അത് വായിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അത് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ഏതാണ് റീറ്റേണിംഗ് വാൾ എന്താണ് എഴുതിയിരിക്കും നോക്ക്. അതൊന്നും വേണ്ട. റിയൽ ടൈം വാർണിംഗ് സിസ്റ്റം ഇതോ? റിയൽ ടൈം വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു റീജിയനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ GISൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നു അതെന്ന് പൊളിഞ്ഞു വീഴും, അല്ലെങ്കിൽ അതിൻ്റെ വെർജ് ഓഫ് ഫെയിലിയർ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ കാഷ്വാലിറ്റീസിനെ ഒഴിവാക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അതല്ലേ ഡിറ്റർമിൻ ദ ഏരിയ പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്. അതിൻ്റെ അർത്ഥം എന്താ, ലാൻഡ് സ്ലൈഡുള്ള റീജിയൻസ് കണ്ടുപിടിക്കുന്നു. ഇനി എന്താ, അവിടെയുള്ള റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു. ഇനി നമ്മൾ ആ റീജിയൻ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ വേണ്ട ആക്ഷൻസ് അതോറിറ്റീസിൽ നിന്ന് കൊടുക്കുന്നു. അതല്ലേ ഞാനും പറഞ്ഞേ.
ഇതൊക്കെയാണ് സ്റ്റെബിലൈസേഷൻ ടെക്നിക്ക് കണ്ടോ, റോക്ക് ബോൾട്ടിങ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റീജിയൻ, ലോക്കൽ റീജിയൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് ഇതിനെ ഗ്രൗട്ടിങ് പറയുന്നത്. ഗ്രൗട്ടിങ് ഇതാണ് കണ്ടോ, ഷോർട്ട് ക്രീറ്റിംഗ് എന്ന് പറയാം. ഷോർട്ട് ക്രീറ്റിംഗ്, ഗ്രൗട്ടിങ്. ഓക്കെ, പുറത്ത് ഷോർട്ട് ക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രൗട്ടിങ്. ഒരു സെക്കൻഡേ. Yes, sir. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് വേവ്സ് ആൻഡ് കറണ്ട്സ്. ഓക്കെ, വേവ്സ് ആൻഡ് കറണ്ട്സ്. ഓക്കെ, വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ വേവ് എവിടെയായിരിക്കും? വാട്ടർ ബോഡീസിലായിരിക്കും അല്ലേ? എവിടെയായിരിക്കും? വാട്ടർ ബോഡീസ്, ഒബ്വിയസ്ലി ഇൻ ദ ഓഷ്യൻസ്. അതിലായിരിക്കും നമ്മൾ വേവ്സ് യൂസ് ചെയ്യുന്നത്. വേവ്സ് രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട്. എന്താണ്? ഓസിലേറ്ററി വേവ്സ് ഉണ്ട്, ട്രാൻസ്ലേറ്ററി വേവ്സ് ഉണ്ട്. ഓസിലേറ്ററി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്ററി വേവ്സിന് വലിയ പ്രശ്നമില്ല. ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ പീരിയോഡിക്കലി നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഒരേപോലെയുള്ള റിപ്പറ്റേറ്റീവ് വേവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസിലേറ്ററി വേവ്സ് എന്ന് പറയുന്നത്. ഉൾക്കടലിൽ നമുക്ക് കാണാൻ പറ്റും. ഉൾക്കടലിൽ തിര ശാന്തമാണ്, കേട്ടിട്ടുണ്ടോ? നോർമൽ കണ്ടീഷനിൽ. ഇനി ട്രാൻസ്ലേറ്ററി വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഷാലോ ഡെപ്ത്, കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും എന്തിന്? ട്രാൻസ്ലേറ്ററി വേവ്സിന്. ഓക്കെ, ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, അത് അൺഈവൻ ആയിരിക്കും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ വലിയ വേവ് വരും, ചിലപ്പോൾ ചെറിയ വേവ് വരും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേറ്ററി വേവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് ഒഴുക്ക്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്ക്. കേട്ടിട്ടുണ്ടോ? ഒഴുക്ക്, അടിയൊഴുക്ക് വരുന്നു, ഇന്റേണൽ കറണ്ട്സ്. ഓക്കെ, കറണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കറണ്ടാണ് നമ്മൾ വാട്ടറിൻ്റെ സ്പീഡ്, വാട്ടറിൻ്റെ വെലോസിറ്റി എല്ലാം അതിൻ്റെ അകത്തൂടെ പോകുന്ന കറണ്ട്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് കാരണം ചിലപ്പോൾ എക്സ്ട്രാ വാട്ടറൊക്കെ പുഷ് ഔട്ട് ചെയ്യും. ഓക്കെ, സാധാരണ പോകുന്ന ഒരു വാട്ടർ ലെവലിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു കറണ്ടിൽ പോകുമ്പോൾ ആ ഒരു ലിമിറ്റഡ് വാട്ടർ ആയിരിക്കും അവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്നത്. കറണ്ടിൻ്റെ ഇൻക്രീസ് കൊണ്ട് എന്ത് ചെയ്യും? അവിടുത്തെ ഡിസ്ചാർജും ഇൻക്രീസ് ചെയ്യും. കറണ്ടിൻ്റെ ഇൻക്രീസ് കൊണ്ട് എന്ത് ഇൻക്രീസ് ചെയ്യും? ഡിസ്ചാർജും ഇൻക്രീസ് ചെയ്യും. അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഞാനിപ്പോൾ സിയുടെ രീതിയിൽ സി കറണ്ട്സ് ആണ് പറയുന്നത്. ഓക്കെ, സി കറണ്ട്സ് പറയുമ്പോൾ ലിറ്ററൽ കറണ്ടും ഉണ്ട്, റിപ്പ് കറണ്ടും ഉണ്ട്. ലിറ്ററൽ കറണ്ടും ഉണ്ട്, റിപ്പ് കറണ്ടും ഉണ്ട്. ലിറ്ററൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ ടു ഷോർ, തീരത്തിന് പാരലായിട്ടായിരിക്കും വെള്ളം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? തീരത്തിന് പാരലായിട്ടായിരിക്കും വെള്ളം വരുന്നത്. ക്ലിയർ ആയി? റിപ്പ് കറണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് ടു സീ ഹാവിംഗ് റീച്ച് സ്ട്രക്ക് സീ ഷോർ. സീ ഷോറിന്റെ ഷേപ്പ് എന്താ? സീ ഷോർ എന്ന് പറഞ്ഞാൽ ഷോർ ലെങ്ത് വൈസ് ആണെങ്കിൽ ആ ലെങ്ത്, ആ മീൻസ് ഇപ്പോൾ ഷോർ ഒരു ലെങ്ത് വൈസ് ആയിട്ട് എടുക്കുക. എന്താണ്? ലെങ്ത് വൈസ് ആയിട്ട് എടുക്കുക. ആ ലെങ്ത് വൈസിന് കയറി വരുന്നു, അതിനെയാണ് പാരലൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി റിപ്പ് കറണ്ട് എന്താ? വേരിയിങ് ഡിസ്റ്റൻസ്. ഇത് പാരലായിരിക്കില്ല, മനസ്സിലായോ? ഒരു സ്ഥലത്ത് ചിലപ്പം കൂടുതലായിട്ട് കയറി വരാം, മറ്റേ സ്ഥലത്ത് കുറവായിട്ട് വരാം, ചില സ്ഥലത്ത് വരില്ല. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ റിപ്പ് കറണ്ട്സ് എന്ന് വിളിക്കുന്നത്. മൂവിങ് ബാക്ക്വേർഡ് ടു സീ ഹാവിങ് റീച്ച്ഡ് ആൻഡ് സ്ട്രക്ക് ദ സീ ഷോർ. ചിലപ്പോൾ അതിൻ്റെ ഷോറിൽ വെച്ച് തരുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. മനസ്സിലായോ? നമ്മൾ ലിറ്ററൽ കറണ്ട് പോലെ ഉള്ള ഒരു കാര്യമല്ല. പാരലായിട്ടുള്ള മൂവ്മെൻ്റ് ഇല്ല. നമ്മൾ ഷോറിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അൺഈവ്നെസ് ഉണ്ടാവും. എന്താണ്? ഒരു സ്ഥലത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് കയറി വരാം, ഒരു സ്ഥലത്ത് കുറവ് വരാം. ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലായിരിക്കും, ഒരേപോലെ ആയിരിക്കും പോകുന്നത്. ക്ലിയർ? അതിനാണ് പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വേവ്സും കറണ്ടിൻ്റെയും ജിയോളജിക്കൽ പ്രോസസ്സ് രണ്ട് കാര്യങ്ങളാണ്: എറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. എന്താണ്? എറോഷൻ ആൻഡ്
ഡിപ്പോസിഷൻ. ഓക്കെ, മറൈൻ എറോഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഉൾക്കടലിലുള്ള ഈ വേവെല്ലാം ഉൾക്കടലിൽ നിന്നാണ് വരുന്നത് അല്ലേ, ആണല്ലോ. ആ വേവ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറേ പാർട്ടിക്കിളിനെയും കൂടെ കൊണ്ടുവന്നിട്ട് സീ ഷോറിൽ തള്ളും. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ രാത്രി സമയങ്ങളിൽ തിരിച്ചാണ് പോകുന്നത്, കാറ്റ് അങ്ങോട്ടാണ് വീശുന്നത്, അതുകൊണ്ട് നമ്മൾ അത് ലാൻഡിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കടലിലോട്ടും എടുത്തുകൊണ്ട് പോകും. ക്ലിയർ ആയോ? ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടല്ലോ. രാവിലെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കടലിൽ ആ ഒരു വേവിൻ്റെ പോർഷനിൽ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, മനസ്സിലായോ? ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മാറുന്നു. ഓക്കെ, എറോഷൻ സംഭവിക്കുന്നു. ആ എറോഷൻ 3 രീതിയിലായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. മെറൈനിലുണ്ടാകുന്ന എറോഷൻസ്, മറൈൻ എറോഷൻസ് 3 രീതിയിൽ നമുക്ക് സംഭവിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിക് ആക്ഷൻ. എന്താണ് ഹൈഡ്രോളിക് ആക്ഷൻ? അപ്പോൾ ഈ ഹൈഡ്രോളിക് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് റിലേറ്റ് ചെയ്യുന്ന വാട്ടറാണ്. വാട്ടറിൻ്റെ ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന എറോഷൻ. ഓക്കെ, വാട്ടറിൻ്റെ ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന എറോഷൻ. ഇപ്പോൾ കടലിലൊരു പാറയുണ്ട്, കടലിലൊരു എക്സാമ്പിളായിട്ട് പാറയുണ്ട്. സ്ഥിരമായിട്ട് ഈ പാറയിൽ എന്തടിക്കുകയാണ്? സീ വന്നടിക്കുകയാണ്. എന്ത് സംഭവിക്കും അവിടെ? എന്ത് സംഭവിക്കും? അവിടെ എറോഷൻ സംഭവിക്കും. മനസ്സിലായോ? അവിടെ എന്ത് സംഭവിക്കും? കുറേ കാലം കഴിയുമ്പോൾ പാറ എവിടെ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ പാറ എവിടെ ഉണ്ടാവണമെന്ന് ഇല്ല. അതെല്ലാം എന്ത് ചെയ്യാം? ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അത് ഈ ലൂസ് ഡിസ്ജോയിൻറ്റഡ് ബ്ലോക്സ് ഓഫ് റോക്സിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ഹാർഡൻഡ് റോക്കിനേക്കാളും കൂടുതൽ എവിടെയായിരിക്കും ഉണ്ടാവുന്നത്? ലൂസ് ജോയിൻസ് ഉള്ള റോക്കിലായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. ഇത് കാരണം തന്നെ ഇതിൻ്റെ സർഫസ് ഒക്കെ എന്തായിരിക്കാം? സർഫസ് എന്താവാം? സർഫസിൽ ക്രാക്സ് ജനറേറ്റ് ചെയ്യാം. അതേപോലെ റഫൻഡ് സർഫസ് ആവാം. ഈ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടാവുന്നതാണ്? ഈ ഹൈഡ്രോളിക് ആക്ഷൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. ക്ലിയർ? ഇറഗുലർ, റഫ്, ക്രാക്സ്. ഇനി മറൈൻ അബ്രാഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ വെള്ളത്തിൻ്റെ കൂടെ എന്താണ് വരുന്നത്? സാൻഡ് പാർട്ടിക്കിളാണ് വരുന്നത് അല്ലേ? വെള്ളത്തിൻ്റെ കൂടെ എന്താണ് വരുന്നത്? കുഞ്ഞു സാൻഡ് പാർട്ടിക്കിൾ വരില്ലേ സീയിൽ അല്ലേ? മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് വേവ് അല്ലേ വരുന്നത് അല്ലേ? സാൻഡ് ആൻഡ് വാട്ടർ അല്ലേ വരുന്നത്. അപ്പോൾ ഈ സാൻഡിന് ഗ്രൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഈ സാൻഡ് ഉള്ള വാട്ടർ വന്ന് ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഈ സാൻഡ് വന്ന് ഇടിച്ച് ആ ഒരു പാർട്ടിക്കുലർ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് പോകും. ആ പാർട്ടിക്കുലർ മെറ്റീരിയൽ എന്ത് ചെയ്ത് പോകും? റിമൂവ് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ മറൈൻ അബ്രാഷൻ എന്ന് വിളിക്കുന്നത്. മറൈൻ അബ്രാഷൻ. ഇനി മറൈൻ കൊറോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഞാൻ പറഞ്ഞുതരാം. ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഓക്കെ, സോ ഇനി അടുത്ത കൊറോഷനാണ്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സീൽ ഉള്ള റീജിയനിലുള്ള സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, തുരുമ്പെടുത്തിരിപ്പുണ്ടാവും. മനസ്സിലായോ? കടൽ തീരങ്ങളിൽ, കാര്യം കടലിലെ വെള്ളം എന്ന് പറയുമ്പോൾ എന്താണ്? സലിനിറ്റി കൂടുതലാണ്. അതിൻ്റെ എന്ന് പറഞ്ഞാൽ സലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ക്ലോറൈഡുമായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഈ ഉപ്പ് വെള്ളത്തിൻ്റെ ഒരുപാട് മിനറൽസ് ഉള്ളത് കൊണ്ട് തന്നെ കൊറോഷൻ അല്ലെങ്കിൽ റസ്റ്റിംഗ് കൂടുതലായിട്ട് സംഭവിക്കുക. ക്ലിയർ ആയോ? കെമിക്കൽ കോമ്പോസിഷൻ, എൻവയോൺമെൻറ്റൽ കോമ്പോസിഷൻസ് വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് സീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റീൽ സ്ട്രക്ചേഴ്സൊക്കെ നമ്മളവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു വണ്ടി തന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ തുരുമ്പെടുക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഈ സീ എറോഷൻ കൊണ്ട് ഉണ്ടാവുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ബേസ് ഉണ്ടാവും. ബേസ് ഉണ്ടല്ലോ, മൺതിട്ടകൾ ഉണ്ടാവാം. സീ ക്ലിഫ്സ് ഉണ്ടല്ലോ, നമ്മൾ വർക്കല ക്ലിഫ് പോലെയൊക്കെയുള്ള ക്ലിഫ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ എന്താണ്? വേവ് കട്ട് ടെറസസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില മൂവീസിലൊക്കെ കാണുമ്പോൾ കടലിൻ്റെ ഒരു ഭാഗങ്ങൾ കുഴിഞ്ഞ് മൾട്ടിപ്പിൾ കുഴിയായിട്ടിരിക്കും. അതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? കടലിൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന റീജിയൻ, ആ പോർഷൻസിൽ കുഴി ഫോം ചെയ്ത് അതിനകത്ത് വെള്ളം നിറഞ്ഞ് നല്ല ഭംഗിയിലായിട്ടിരിക്കും. ഓക്കെ, അതിനാണ് എന്ത്? വേവ് കട്ട് ടെറസസ് എന്ന്. ഇനി സീ കേവ്സ് ഉണ്ട്. സീ കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹ പോലെ ഉണ്ടാവും. മനസ്സിലായോ? ഗുഹ എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പ് കവേർഡ് ആയിരിക്കില്ല. എന്ത് കവേർഡ് ആയിരിക്കില്ല? ടോപ്പ് കവേർഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഒരു ചെറിയൊരു ഫോർമേഷൻ ഉണ്ടാവും, വെള്ളം വന്ന് കയറി. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ അതിൻ്റെ അത് നോട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഉണ്ടോ? ബേ ഉണ്ടോ? തിട്ടകളുണ്ടോ ഫോം ചെയ്യുന്നത്? നിങ്ങൾ ഗോവ ബീച്ചൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ കുറേ കാണാൻ പറ്റും.
ഇതാണ് ക്ലിഫ്. ക്ലിഫിനെ കുറിച്ച് പറയണ്ടല്ലോ, വർക്കല ക്ലിഫൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഇതാണ് പ്ലാറ്റ്ഫോം, വേവ് കട്ട് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് കേവ്സ് എന്ന് പറയുന്നത്, കണ്ടോ. ഇന്നർ ബീച്ച് എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഗുഹയ്ക്കകത്ത് കടലെന്നൊക്കെ പറഞ്ഞ് കയറിയിട്ടില്ലേ, അത് ആക്ച്വലി ഗുഹയ്ക്കകത്ത് കടലല്ല, കടലുണ്ടാക്കിയ ഗുഹയാണ്. മനസ്സിലായോ? സ്ഥിരമായിട്ട് വെള്ളം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അവിടുത്തെ അവിടുത്തെ റോക്ക് എന്ത് ചെയ്തു പോയി? റോക്ക് എറോഡ് ചെയ്ത് പോയി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇപ്പം വേവ്സിനെ കുറിച്ചും ലാൻഡ് ഫോംസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, നമ്മൾ സോയിൽ എറോഷൻസ് അതിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി കോസ്റ്റൽ പ്രൊട്ടക്ഷൻസ് ഈ പറയുന്ന സാധനമാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഭംഗിയൊക്കെ ഉള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും ഈ ക്ലിഫ്, ആക്ച്വലി ക്ലിഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ റീജിയനിലായിരിക്കും ക്ലിഫ് ഉണ്ടാവണം അല്ലേ. കാലങ്ങൾ ചെല്ലുമ്പോൾ ക്ലിഫിൻ്റെ ഡിസ്ട്രക്ഷൻ കൂടി വരില്ലേ ഇല്ലേ? ക്ലിഫ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക്ലിഫ് ഉണ്ടായി വരുന്നതല്ലോ, നാച്ചുറലി ഉണ്ടാവുന്നതല്ലല്ലോ, ഉണ്ടായി വരുന്നതല്ലേ അല്ലേ. നമ്മളെ ഒരു ഫണ്ടമെൻ്റൽ ബോഡി അല്ലല്ലോ ക്ലിഫ്. അപ്പോൾ ക്ലിഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആദ്യത്തെ റീജിയൻ. ആ ക്ലിഫിനൊക്കെ കാലങ്ങൾക്ക് മുന്നേ, ക്ലിഫ് ഉണ്ടാവുന്നതിന് കാലങ്ങൾക്ക് മുന്നേ ആ റീജിയൻ എങ്ങനെയായിരിക്കാം? ഇങ്ങനത്തെ ഉള്ള ഒരു റീജിയൻ ആയിരിക്കാം. മനസ്സിലായോ? ഇവിടെ സീ അടിച്ച് കയറുന്നത് ക്ലിയർ. ഇങ്ങനെ സീ കയറി ഇവിടെയൊക്കെ കാർവ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ക്ലിഫ് എന്ന് പറഞ്ഞ്. ഓക്കെ, മനസ്സിലായോ ഇല്ലേ? ഹലോ അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്ത് സോയിൽ ഉണ്ടായിരുന്നു അല്ലേ. ഇത്രയും ഭാഗത്ത് എന്തുണ്ടായിരുന്നു? സോയിൽ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു പോയി? എടുത്തുകൊണ്ട് പോയി. ഇനിയും ക്ലിഫ് വളരാമല്ലോ, ഈ പാർട്ടിക്കിളെല്ലാം പോകാൻ ചാൻസ് ഉണ്ടല്ലോ. കാലങ്ങൾ കഴിയുമ്പോൾ ഇത്രയും പാർട്ടിക്കിൾ എന്ത് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഇവഞ്ച്വലി ക്ലിഫ് ഇല്ലാതായി പോകാനുള്ള ചാൻസും ഉണ്ടാവും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിഫ് മാറി ഒരു വലിയ ക്ലിഫ് അവിടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ക്ലിഫിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കൺസ്ട്രക്ഷൻസും വീടൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൂടെ പോകത്തില്ലേ. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റീവ് മെഷർമെൻറ്റ്സ് നമുക്ക് അവിടെ ചെയ്യണം. ഫസ്റ്റ് വൺ, ഈ കോറൽ റീഫ്, ഈ നാച്ചുറൽ പ്രൊട്ടക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കോറൽ റീഫൊക്കെ വരുന്നത്. കോറൽ റീഫൊക്കെ ആയിരിക്കും നമ്മുടെ ഐലൻഡ്സിനെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഏതാണ്? കോറൽ റീഫാണ്. കോറൽസ് കണ്ടിട്ടുണ്ടോ? കോറൽസ്, ലക്ഷദ്വീപ് ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ കേട്ടിട്ടില്ലേ? അതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് അത് റെസ്ട്രിക്ഷനാണ്. നമുക്ക് ഈ കോറൽസ് ഒന്നും നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ആ കോറൽസും ഐലൻഡ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ബീച്ചിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഐലൻഡിൽ പോയി എന്തല്ല, അവിടുത്തെ കല്ലും മണ്ണൊന്നും നമുക്ക് വാരിക്കൊണ്ട് വരാൻ പറ്റില്ല. ഓക്കെ, കോറൽസ്, അതിൽ കോറൽസ് വരാൻ പറ്റില്ല, കോറൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഷെൽസ് കോറൽസ് എല്ലാം ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിന് സ്റ്റെബിലിറ്റി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ആ കോറൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐലൻഡ് അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഐലൻഡ് ചിലപ്പോൾ ഭൂമിക്ക് അടിയിലോട്ട് മുങ്ങിപ്പോവാം, അല്ല വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകാം, ചിലപ്പോൾ ഒരു പൊസിഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ രണ്ട് രീതിയിൽ പറയാം: സോഫ്റ്റ് എഞ്ചിനീയറിങ്ങും ഹാർഡ് എഞ്ചിനീയറിങ്ങും. സോഫ്റ്റ് എഞ്ചിനീയറിങ്ങും ഹാർഡ് എഞ്ചിനീയറിങ്. ഈ സോഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് നാച്ചുറൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കോറൽ റീഫിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക, അത് നമുക്ക് വലിയ പാടുള്ള പണിയാണോ? കോറൽ റീഫ് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്, പക്ഷെ അതിനെ സംരക്ഷിക്കാൻ പറ്റില്ലേ? ഓക്കെ, ഇനി ഹാർഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കടലിൽ ഭിത്തി കെട്ടുക, കടലിൽ കലിങ്ക് കെട്ടുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? അതിനാണ് ഹാർഡ് എഞ്ചിനീയറിംഗ്. ഇനി സോഫ്റ്റ് എഞ്ചിനീയറിംഗിൽ രണ്ടാമത്തെ ബീച്ച് നൊറിഷ്മെൻറ്റ്. ബീച്ചിലൊക്കെ നമുക്ക് ഈ പ്ലാന്റേഷൻസ് ഒക്കെ വെക്കുക. ബീച്ചിൻ്റെ എന്ത് വെക്കുക? പ്ലാന്റേഷൻസ്, ചെടി, അതേപോലെ തെങ്ങ്,
അതേപോലെ കാര്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യത്തില്ല, ബീച്ച് ഇളവി അകത്തോട്ട് പോയില്ല. മനസ്സിലായോ? ചില സാഹചര്യങ്ങളിൽ ഇതൊന്നും ഇല്ലാത്ത മൊട്ട ബീച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇന്ന് കാണുന്ന ബീച്ച് നാളെ കാണണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? കടലിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ബീച്ച് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ. അപ്പം മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ നമ്മളിപ്പോൾ, അതേപോലെ കോറൽ റീഫിൻ്റെ ഗ്രോത്ത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഹാർഡെന്ന് പറയുമ്പോൾ സീ വാള്, ഗാബിയന്, ബ്രേക്ക് വാട്ടേഴ്സൊക്കെ നമ്മൾ ഈ അഴിമുഖങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സീ പോട്ട് കണ്ടിട്ടുണ്ടോ? സീ പോട്ട് അറിഞ്ഞൂടെ? ഹാർബേഴ്സ് അറിയാത്. ഹാർബർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഹാർബർ, സീ പോട്ട്. എയർപോർട്ട് അറിയാമോ? അപ്പോൾ സീ പോട്ട് എന്താ? കപ്പൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് സീ പോട്ട് പറയുന്നത്. അപ്പോൾ അതിന് ഹാർബേഴ്സ് എന്ന് പറയാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തിരകളുണ്ടല്ലോ, വേവ്സിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷനിൽ പഠിക്കുന്നതാണ് ബ്രേക്ക് വാട്ടർ. ഓക്കെ. ബ്രേക്ക് വാട്ടേഴ്സ് എന്താണ്? ഈ തിരകളെയൊക്കെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി സീ വാളെന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ ഭിത്തി. ഓക്കെ. കടൽ കയറി വരുന്ന റീജിയൻ. ഇപ്പോൾ കടലിൻ്റെ സൈഡ് റോഡുണ്ട്, കടൽ കയറി വന്ന് കഴിഞ്ഞാൽ റോഡിലൂടെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കടലിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആ ഭാഗത്ത് കംപ്ലീറ്റ് റീറ്റേണിംഗ് വാൾ കെട്ടിയിടും. അതിനാണ് സീ വാൾ എപ്പോഴും കോൺക്രീറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ചുടുകല്ലുണ്ടെന്നോ അല്ല കെട്ടുന്നത്. ഓക്കെ. കോൺക്രീറ്റ് RCC ആയിരിക്കും സീ വാൾ, അല്ലെങ്കിൽ വലിയ റോക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഗ്രോയിൻസ് വയ്ക്കും. GRYONS. ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടില്ലേ? നമ്മൾ ആ സീക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കെട്ടുന്നതാണ്. ഇതാണ് സീ വാൾ, കടൽ ഭിത്തി. ഇതിനകത്തുണ്ടോ നോക്കട്ടെ, ഗ്രോയിൻസ് ഉണ്ടോ നോക്കട്ടെ. ഇതാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിര വന്നടിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഗ്രോയിൻസ്. ഓക്കെ. ഇതാണ് ഗ്രോയിൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് കെട്ടി വെക്കുന്നതാണ് ഗ്രോയിൻസ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? സീന് വെർട്ടിക്കലായിട്ട് കെട്ടി വയ്ക്കും. നമുക്ക് അതിൽ കൂടെ ചിലപ്പോൾ കടലിൻ്റെ സെൻറ്ററിലോട്ടുമൊക്കെ നമുക്ക് ഒരു ഭാഗത്തോട്ടൊക്കെ നടന്നു പോകാനും പറ്റും. ഓക്കെ. ക്ലിയർ ആയോ? അത് എന്തിനാണ് വെക്കുന്നതെന്ന് അറിയാമോ? ഒരു സ്ഥലങ്ങളിലോട്ട് സീ വേവ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്. ഓക്കെ. ഒരു സ്ഥലത്തോട്ട് സീ വേവ് കൂടുതൽ വരാതിരിക്കാനാണ് അങ്ങനെ വെക്കുന്നത്, ഗ്രോയിൻസ് വെക്കുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതോ പ്രോബ്ലംസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒരു ടൈപ്പ് പ്രോബ്ലം ഞാൻ പറഞ്ഞതാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ചോദിച്ചിട്ടില്ലല്ലോ. ഈ നോർത്ത് 130 ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? പക്ഷേ ഇത് പറഞ്ഞു തന്നിട്ടില്ല. വാട്ട് ആർ കോണ്ടൂർസ്? ഡ്രാ എ ഡയഗ്രം റെപ്രസെൻറ്റിംഗ് 60 meter ഡെപ്ത് ബേസിനൽ ഡിപ്രഷൻ ഓഫ് ഫ്ലോ ടു 120 meter ഹൈറ്റ് ഫ്രം മീൻ സീ ലെവൽ. നോട്ട് ദാറ്റ് ദ ബേസിംഗ് ഹാസ് എ മൗണ്ട് ഓഫ് 40 meter ഹൈറ്റ് ഇറ്റ് സെൻറ്റർ. കോണ്ടൂർസ് നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ? ആക്ച്വലി കോണ്ടൂർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുണ്ട്, ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻസ്. ഓക്കെ. അതിനെയാണ് കോണ്ടൂർസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ കോണ്ടൂർസിൻ്റെ സെൻട്രലിലോട്ടാണ് ഹൈ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹില്ലി റീജിയൻസ് എന്ന് വിളിക്കാം. ഹില്ലി റീജിയൻസ് എന്ന് വിളിക്കാം. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, കോണ്ടൂർസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് കോണ്ടൂർ കാണിച്ചിട്ട്. ഓക്കെ. ഇവിടെ 50,
ഇവിടെ 40, ഇവിടെ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എന്തിനാണ്? മൗണ്ടൈൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ മൗണ്ടൈൻ്റെ ഹൈറ്റ് എത്രയാണ്? 50. മൗണ്ടൈൻ്റെ ഹൈറ്റ് എത്രയാണ്? 50. ഇനി അകത്ത് വേലി കുറവാണെങ്കിലോ? അത് വേലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വേലി. ഓക്കെ, അപ്പോൾ വേലിയിലെ കോണ്ടൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 20 ആയിരിക്കും, 30 ആയിരിക്കും. താഴ്ഭാഗത്ത് എന്ത് കുറവായിരിക്കും? വാല്യൂസ് കുറവായിരിക്കും. ക്ലിയർ ആയോ? ഇനി ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ഹില്ലി റീജിയൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ഹില്ല് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കോണ്ടൂർ എടുക്കുന്നത്. ഓക്കെ, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നത്. എന്താണ്? കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇക്വിവാലൻ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? കോണ്ടൂർ ഇക്വിവാലൻ്റ്. ഓക്കെ, അപ്പം ആ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് എന്തോ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഡ്രാ എ കോണ്ടൂർ ഡയഗ്രം റെപ്രസെൻറ്റിംഗ് 60 മീറ്റർ ഡീപ്പ് ബേസിനൽ ഡിപ്രഷൻ ലൊക്കേറ്റഡ് അറ്റ് 120 മീറ്റർ ഫ്രം മീൻ സീ ലെവൽ. ഓക്കെ, നോട്ട് ദാറ്റ് ദ ബേസിൻ ഹാസ് എ മൗണ്ട് ഓഫ് 40 മീറ്റർ ഹൈറ്റ് അറ്റ് ഇറ്റ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എത്ര മീറ്റർ ഡീപ്പാണ്? 60 മീറ്റർ ഡീപ്പാണ്. അപ്പം നമ്മൾ ആദ്യം കോണ്ടൂറിൻ്റെ വേലിയല്ലേ ചോദിച്ചിരിക്കുന്നത്? വേലിയല്ലേ അല്ലേ? എടാ ഡിപ്രഷൻ അല്ലേ? ഡിപ്രഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? ഡിപ്രഷൻ എത്രയാണ്? 60 മീറ്റർ ഡീപ്പാണ്. ലൊക്കേറ്റഡ് അറ്റ് 120 മീറ്റർ ഹൈ ഫ്രം മീൻ സീ ലെവൽ. ഓക്കെ, അപ്പോൾ മീൻ സീ ലെവലിൽ നിന്ന് എത്രയാണ് പൊങ്ങിയിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് മീൻ സീ ലെവലാണെങ്കിൽ, ഓക്കെ, ഇതാണ് മീൻ സീ ലെവൽ വരയ്ക്കുക. ഓക്കെ, കടൽ നിരപ്പ് മീൻ സീ ലെവൽ. അപ്പോൾ മീൻ സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണ്? പ്ലസ് 120. ഓക്കെ, എത്രയാണ്? പ്ലസ് 120. 120യിലാണ് ഈ വേലി നിൽക്കുന്നത്. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട്? നോട്ട് ദാറ്റ് ദ ബേസിൻ ഹാസ് എ മൗണ്ട് ഓഫ് 40 മീറ്റർ ഹൈറ്റ് ഇറ്റ് സെൻറ്റർ. ഓക്കെ, ബേസിൻ എത്രയാണ് പറയുന്നത്? ബേസിൻ ഹാസ് എ മൗണ്ട് ഓഫ് 40 മീറ്റർ ഹൈറ്റ് ഫ്രം ഇറ്റ് സെൻറ്റർ. പിന്നെ എന്താണ്? ബേസിനൽ ഡിപ്രഷൻ വിത്ത് എ പ്ലേറ്റ് ടു ലാൻഡ് ലൊക്കേറ്റഡ് അറ്റ് 120 മീറ്റർ ഹൈ. ഓക്കെ, ഒരു 120 മീറ്ററിൽ എന്താണ്? പ്ലേറ്റ് ടു ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും? ലാൻഡ് റീജിയനാണ്. ഇവിടെ എന്ത് റീജിയനാണ്? ലാൻഡ് റീജിയനാണ്. ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്? 60. ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്? 60. 60 മീറ്റർ ആണ് ഡിപ്രഷൻ. ഓക്കെ, മീൻ സീ ലെവലിൽ നിന്ന് എത്രയാണ് വരുന്നത്? 120 ആണ്. മീൻ സീ ലെവലിൽ നിന്ന് 120 ആണ്. കടൽ നിരപ്പിൽ നിന്ന് 120 ആണ്. ഡിപ്രഷൻ 60 ആണ്. ഇതിൻ്റെ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കോണ്ടൂർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലിലെ വാല്യൂ എത്രയും പറയുന്നുണ്ട്? 40 മീറ്റർ ഹൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ഏത് പോയിന്റ്? ഈ 2 പോയിന്റ് ഉണ്ടല്ലോ വേലീസിൻ്റെ. ഓക്കെ, ആ 2 പോയിന്റ് വെച്ചിട്ട് ഒരു സർക്കിൾ റീജിയൻ വരയ്ക്കുക. എന്ത് റീജിയൻ വരയ്ക്കുക? സർക്കിൾ റീജിയൻ വരയ്ക്കുക. ഇനി ഇവിടെ 120 ആണല്ലോ. ഓക്കെ, 120 ആണല്ലോ. അകത്ത് എത്രയാണ്? 60. അകത്ത് എത്രയാണ്? 60. ഏറ്റവും സെൻറ്ററിൽ 40 അവർ പറയുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത് 120, ഇത് 60, ഇത് 40. ക്ലിയർ? ഇത് നിങ്ങളുടെ സിലബസ് ഇല്ല. എന്താണ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? പിന്നെ എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു ടൈപ്പ് പ്രോബ്ലം അല്ലേ ഉണ്ടായിരുന്നത്? എ ഡിപ്പ് എമൗണ്ട് ഓഫ് ഡയറക്ഷൻ, അതല്ലേ പറഞ്ഞേക്കുന്നത്? ഈ പ്രോബ്ലം അല്ലേ?
a dip amount of direction outcrop of a contact in between limestone and sand located at a distance of 500 meter apart are 20 degree north 150 and 21 degree north 30 degree. Identify the structure and its strike. അതല്ലേ? അതെ. ഒരു സെക്കൻഡ്. ഓക്കെ, ഔട്ട് ക്രോപ്പിൻ്റെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 500 മീറ്റർ. ഔട്ട് ക്രോപ്പ് എത്രയാണ്? 500 മീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഹൊറിസോണ്ടൽ 500 വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ഹൊറിസോണ്ടൽ 500 വരയ്ക്കുക. ഓക്കെ, ഇത് എത്രയാണ്? 500 മീറ്റർ. എത്ര മീറ്ററാണ്? 500 മീറ്റർ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ 20 ഡിഗ്രി നോർത്ത് 150 ഡിഗ്രി. ഓക്കെ, 20 ഡിഗ്രി നോർത്ത് 150 ഡിഗ്രി. അപ്പോൾ ഇത് 20 ഡിഗ്രിയാണ്. എത്രയാണ്? 20 ഡിഗ്രിയാണ്. നോർത്ത് 150 ഡിഗ്രിയാണ്. അത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നോർത്ത് 150 ഡിഗ്രി. ഓക്കെ, ഇനി പ്രോപ്പർട്ടി ലൈൻ എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് 21 ഡിഗ്രി നോർത്ത് 330 ഡിഗ്രി. 21 ഡിഗ്രി നോർത്ത് 330 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി 21 നോർത്ത് 150 വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ
ഫസ്റ്റ് പോയിന്റ് എത്രയാണ്? നോർത്ത് 330 ഡിഗ്രി അല്ലേ? അല്ലേ? നോർത്ത് 330. വൈകുന്നേരം ക്ലാസ്സിൽ പറഞ്ഞാലും ഇല്ല മതി. ഇല്ല, അത് നമുക്കിപ്പോൾ നോക്കാം. ഇതല്ലേ നോർത്ത് 330 ഡിഗ്രി ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇതെന്താണ്? നോർത്ത് 150 ഡിഗ്രി. ഇത്ര കറക്റ്റ് ഓറിയൻറ്റേഷൻ മാറിയ എത്രയാണ്? നോർത്ത് എത്രയാണ്? 150 ഡിഗ്രി അല്ലേ? ആണല്ലോ, നോർത്ത് 150 ഡിഗ്രി. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എപ്പോഴും 20 ഡിഗ്രി ആണെന്ന് പറയും. ഇതിൻ്റെ ഇടയിലുള്ളതായിരിക്കും 20 ഡിഗ്രി. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റാം. ഓക്കെ, ഇനി എന്ത് പറയുന്നുണ്ട്? ഡിപ്പ് എത്രയെന്ന് പറയുന്നുണ്ട്? 500 മീറ്റർ എപ്പാർട്ട്. ഓക്കെ, ലൊക്കേറ്റഡ് ഡിസ്റ്റൻസ് 500 മീറ്റർ എപ്പാർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന എത്ര മീറ്ററാണ്? 500 മീറ്റർ. ഇപ്പം ക്ലിയർ ആയോ? ഹലോ, പടം വരച്ച് മനസ്സിലായോ എന്ന്? ഫിഗർ ഡ്രോൺ ചെയ്ത് മനസ്സിലായോ? നമുക്ക് എമൗണ്ട് ഓഫ് ഡിപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. 2 ഔട്ട് ക്രോപ്പ് ഉണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 500 മീറ്റർ ഉണ്ട്. അത് ഈ 500 മീറ്റർ എപ്പാർട്ട് ചെയ്യുന്ന 2 പോയിൻ്റാണ്. ഒന്ന് നോർത്ത് 150 ഡിഗ്രിയും അടുത്ത് എന്താണ്? നോർത്ത് 330 ഡിഗ്രിയും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിപ്പും സ്ട്രൈക്കും എങ്ങനെയാണ്? ഇതെന്ത് സ്ട്രക്ചറാണ്? ഇതൊരു സ്ലോപ്പ് അല്ലേ? എന്ത് സ്ട്രക്ചറാണ്? ഇങ്ങനെയല്ലേ കിടക്കുന്നേ? ഇതൊരു സ്ലോപ്പാണ് അല്ലേ? ഇതിൻ്റെ സ്ട്രൈക്ക് എന്തായിരിക്കും? സ്ട്രൈക്ക് ഇങ്ങനെയായിരിക്കും. എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, സ്ട്രൈക്ക് ഇവിടെ ആയിരിക്കും, ലോവർ പോയിന്റിലായിരിക്കും നമുക്കിതിൻ്റെ സ്ട്രൈക്ക് കിട്ടുന്നത്. ഓക്കെ, സ്ട്രക്ചർ എന്താണ്? സ്ലോപ്പാണ്. സ്ട്രക്ചർ എന്താണ്? സ്ലോപ്പാണ്. സ്ട്രൈക്ക് നമുക്ക് ഈ ഒരു പോയിന്റിലാണ് കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും സ്ട്രൈക്ക് പോകുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും സ്ട്രൈക്ക് പോകുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, ഇത് പറയുക. ക്ലിയർ? ഇനി ഇപ്പം ഡിപ്പ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? അല്ല, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ടാൻ ആൽഫയുടെ ഒരു സാധനം പറഞ്ഞു തന്നിട്ടില്ലേ? അതിൻ്റെ ഒരെണ്ണം ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? ചെയ്തില്ലേ? ഞാൻ ഒരെണ്ണം അയച്ചു തന്നല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടൈപ്പും കൂടെ അയച്ചു തരാം. ക്ലിയർ? നമ്മളിപ്പം പഠിച്ചില്ലേ? നോക്കാം. ഞാൻ അപ്പോൾ അതൊന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. വൈകുന്നേരം മൊഡ്യൂൾ 1 എടുക്കാം കേട്ടോ. വേണമെങ്കിൽ. ഓക്കെ, നിങ്ങളുടെ താല്പര്യമാണ്. ഓക്കെ, അയച്ചിട്ടുണ്ട്. അത് ഓറിയൻറ്റേഷൻ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർ തന്നിരുന്ന ആംഗിളിലേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആദ്യം അവർ തരുന്ന ആംഗിൾ വരച്ചിട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓറിയൻറ്റേഷനൊക്കെ മാറും. ഞാനിപ്പോൾ തന്നിരിക്കുന്ന ഓറിയൻറ്റേഷൻ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇനി കാസ്റ്റ് ഓഫ് സോയിൽ എറോഷനൊക്കെ 12 മാർക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഏതാണ്? എന്തൊക്കെയായിരിക്കും മാസ് വേസ്റ്റ്? ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്താണ്? ബിൽഡിംഗ് വേസ്റ്റ് എന്താണ്? ഫസ്റ്റ് വൺ എന്താ പറയാം? ബിൽഡിംഗ് വേസ്റ്റ്. ഓക്കെ, ഡെബ്രിസ് എന്ന് പറയാം. രണ്ടാമത്തെ എന്ത് പറയാം? ഡെബ്രിസ്. എന്താണ്? ഡെബ്രിസ്. മൂന്നാമത്തെ എന്ത് പറയാം? മൂന്നാമത്തെ പറയാം? എർത്ത് മെറ്റീരിയൽസ്. എന്താണ്? എർത്ത് മെറ്റീരിയൽസ്. ക്ലിയർ?
അത് രണ്ടെണ്ണത്തിന് 2 മാർക്ക് വെച്ചിട്ടാണ്, അതാണ് 6 മാർക്ക്. പിന്നെ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയാലോ ഓൺ സെന്റൻസ്. ഇനി ദി കാസസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ഇൻ കേരള, ഇതും അതേപോലെ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ക്വസ്റ്റ്യൻ ഈ മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. എന്തായിരിക്കും കേരളത്തിൽ കൂടുതൽ? കേരളത്തിൽ എന്താ കൂടുതലാണ്? മഴ കൂടുതലാണ്. എന്ത് കൂടുതലാണ്? മഴ കൂടുതലാണ്. മഴ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഒരു സോണിലാണ് മഴ പെയ്യുന്നത്. എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേനൽക്കാലത്ത് ലാൻഡ് സ്ലൈഡ് ശ്രദ്ധിക്കാറുണ്ടോ കേരളത്തിൽ? ഉണ്ടോ? ഇല്ല. എപ്പോഴും മണ്ണിടിച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എപ്പോഴായിരിക്കും? മഴ അങ്ങോട്ട് തുടങ്ങുമ്പോഴായിരിക്കും. ഇപ്പം പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ല. പ്രോപ്പർ എന്തില്ല? ഡ്രെയിനേജ് ഉണ്ടാവില്ല. കൺജസ്റ്റഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടാവും. പിന്നെ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ അഫോറസ്റ്റേഷൻ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ കാരണവും ഒന്നല്ലേ? മനസ്സിലായോ? അവർ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് മാത്രം പ്രത്യേകം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവോ? ഇല്ല. ലാൻഡ് സ്ലൈഡിൻ്റെ കാരണം എന്താണോ അത് കേരളത്തിലുള്ളത് കൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് ഓഫ് കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ റീസൺ ഓഫ് ലാൻഡ് സ്ലൈഡ് എടുത്താൽ മതി. ഇനി കേരളം എന്ന് പ്രത്യേകിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കിയൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ? പിന്നെ കോണ്ടൂർസ്, എഗെയിൻ ഒരു കോണ്ടൂർ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെയാണ്. എത്ര മീറ്ററാണ് ഹൈ? ഇത് ഹില്ലാണ് കേട്ടോ. ഇതെന്താണ്? ഹില്ലാണ്. ഓക്കെ, അപ്പം വരയ്ക്കുമ്പോൾ നേരത്തെ പോലെ തിരിച്ച് വേലി വരയ്ക്കുന്നതിന് വരെ എന്ത് വരയ്ക്കുക? ഹില്ല് വരയ്ക്കുക. ഹില്ല് എത്ര മീറ്റർ പൊക്കത്തിലാണ് നിൽക്കുന്നത്? 60 meter. ഓക്കെ, വിത്ത് ഡ്രൈ ക്രാറ്റർ ഓഫ് 25 മീറ്റർ ഡീപ്പ്. അതിൻ്റെ തൊട്ടടുത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വേലിയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു വേലിയുണ്ട്. 25 മീറ്റർ. ഓക്കെ, അറിയാമല്ലോ വരയ്ക്കാൻ. ഒരു സ്ഥലത്ത് സെൻട്രൽ 60, മറ്റേ സ്ഥലത്ത് സെൻട്രൽ 25. അതെ. ഓക്കെ, കോണ്ടൂറിൻ്റെ ഇൻ്റർവെൽ എത്രയാണ്? 20. അപ്പോൾ 60 കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരും? 60 നിന്ന് 20 കുറയ്ക്ക്. 40. 20, 0. ഇനി -20 ഒന്നുമില്ല. 0 ഇപ്പോൾ ലാൻഡായി. വേലിയിൽ എന്തായിരിക്കും? സെൻട്രൽ എത്രയാണ്? 25 അല്ലേ? മുകളിലോട്ട് അടുത്ത എത്രയാണ്? 5. അടുത്ത എത്രയാണ്? 5 അല്ലേ? ഓക്കെ, നടുക്ക് 5ഉം മുകളിൽ 20യും. നടുക്ക് 5ഉം മുകളിൽ 20യും. അപ്പോൾ 25 ആവത്തുള്ളൂ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ മുകളിൽ 20യും താഴെ 5. അങ്ങനെയും കാണിക്കാം. ക്ലിയർ? ഇതല്ലേ ഇപ്പം നോക്കിയത്. ഓക്കെ, സോയിൽ കൺസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാൻഡ് സ്ലൈഡിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. എന്താണ്? ലാൻഡ് സ്ലൈഡിൻ്റെ സോയിലിൻ്റെ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ആണ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ജോയിൻസ് ഫോൾ എറോഷൻ കാസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്കസ് ദ വേരിയസ് ഫ്ലഡ് കൺട്രോൾ മെഷർമെൻറ്റ് അത് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഫ്ലഡ് ആൻഡ് ഇറ്റ്സ് കോസ്. ഫ്ലഡും കാസും. ഫ്ലഡിൻ്റെ കാര്യം എന്താണ്? ഫ്ലഡിൻ്റെ കാരണം എന്താണ്? എക്സസീവ് റെയിൻഫോൾ. എന്താണ്? എക്സസീവ് റെയിൻഫോൾ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഓവർ കൺജസ്റ്റഡ് ബിൽഡിങ്സ്. ഓവറായിട്ടുള്ള കൺജസ്റ്റഡ് ബിൽഡിങ്സ്. മൂന്നാമത്തെ എന്താണ്? നോ പ്രോപ്പർ ഡ്രെയിനേജ്. നാലാമത്തെ ഡീഫോറസ്റ്റേഷൻ. ക്ലിയർ? ഓക്കെ. ജിയോളജിക്കൽ ഫാക്ടർ, ഡാംസ്, ടണൽസ്. ഓക്കെ, ഇത് 18 ഇപ്പം നോക്കിയതാണല്ലോ. മാസ് വേസ്റ്റിംഗ് ഈസ് എ തഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഗ്രാവിറ്റി ആൻഡ് ഫ്രിക്ഷൻ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണിത് അർത്ഥമാക്കുന്നത്? എന്താണ്?
ഗ്രാവിറ്റി ലാൻഡ് സ്ലൈഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗ്രാവിറ്റി ലാൻഡ് സ്ലൈഡ്. അതിനെക്കുറിച്ച് എഴുതുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ക്ലിയർ ആയി? അതാണ് മാസ് വേസ്റ്റിംഗ് ഇസ് എ തഗ് വാർ ബിറ്റ്വീൻ ഗ്രാവിറ്റി ആൻഡ് ഫ്രിക്ഷൻ. അല്ലേ? ഫ്രിക്ഷനിലാണ് അത് നിൽക്കുന്നത്, ഫ്രിക്ഷനിലായിരിക്കും അത് പിടിച്ച് നിൽക്കുന്നത്. ഗ്രാവിറ്റി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഫ്രിക്ഷൻ എപ്പോഴും കുറയുന്നതിനനുസരിച്ച് ഇത് ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. ഇനി ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ സ്ട്രാറ്റജി. എന്താണ് സോയിൽ കൺസർവേഷൻ? ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെജിറ്റേഷൻ ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വെജിറ്റേഷൻ. ഓക്കെ, വെജിറ്റേഷനും പിന്നെ സോയിൽ കൺസർവേഷൻ സ്ട്രാറ്റജീസ് ആണ്. ഇത് നിങ്ങൾ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എപ്പോഴും എന്തിനാണ് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നത്? ക്രോപ്പ് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സാധനം തന്നെ ഡെയിലി കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫെർട്ടിലിറ്റി കുറയില്ലേ? അതുകൊണ്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസം നമ്മൾ ഡിഫറെൻറ്റ് ക്രോപ്സ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ കെമിക്കൽ ആക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒരു ക്രോപ്പിൻ്റെ കെമിക്കൽസ് ഇങ്ങനെ കൊടുത്ത് അവിടുത്തെ കെമിക്കൽ കണ്ടീഷൻസ് കൂടുതലാവും. ഓക്കെ, അത് ചിലപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൈറ്റോ റെമഡിയേഷൻസ് പോലെ വേറൊരു ക്രോപ്പ് നമ്മൾ കൊടുക്കും. ചിലപ്പോൾ ആ ക്രോപ്പിന് ഇതിൻ്റെ ടോക്സിക്സ് വലിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ക്ലിയർ? ഇത് ജനറൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും കേട്ടോ. ഇനി എഫക്റ്റ് ഓഫ് സീ വാൾ ആൻഡ് ഗൈറോയിൻസ് ഓഫ് ഷോർ പ്രൊട്ടക്ഷൻ സ്ട്രക്ചർ. എന്തിനാണ് നമ്മൾ ഷോറിന് ഇത് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ടഫായിട്ടിട്ട ക്വസ്റ്റ്യനാണ്. ഇൻഡയറക്റ്റ്ലി ആണ് കുറേ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിനെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സീ പ്രൊട്ടക്ഷൻ അല്ലേ ചെയ്യുന്നത്? അല്ലേ? കോസ്റ്റൽ പ്രൊട്ടക്ഷൻ അല്ലേ ചെയ്യുന്നത്? effects of sea walls and joints and shore protection structure advantages and disadvantages ഒരു KT-നോട് കണ്ടിട്ടുണ്ട്. ഏതാ ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലേ? അങ്ങനെ KT-നോട്ടിൽ കണ്ടിട്ടുണ്ട് പണ്ട്, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് എന്തായിരിക്കും ഉണ്ടാവുന്നത്? നമ്മളൊരു സാധനം കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ നാച്ചുറൽ ഫ്ലോ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലേ? നാച്ചുറൽ ഫ്ലോ എന്ത് ചെയ്തിരിക്കുകയാണ്? റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ഫ്ലോ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് റൈസ് ഇൻ സീ വാട്ടർ ഉണ്ടാവും. എന്തുണ്ടാവും? റൈസ് ഇൻ സീ വാട്ടറിൻ്റെ റൈസിങ് ഉണ്ടാവും. ഇനി ഡിപ്രഷൻ ഇൻ അതർ സൈഡിൽ എന്തുണ്ടാവാം? ഡിപ്രഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഒരു സൈഡ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മറ്റു സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? എറോഷൻസ് കൂടുതലായിട്ട് വരാൻ പറ്റും. ഓക്കെ, മറ്റു സാഹചര്യങ്ങളിൽ എറോഷൻസ് കൂടുതലായിട്ട് വരാം. പിന്നെ എന്ത് പറ്റും? വൺസ് ഇത് ഡിസ്ട്രക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനെ മാറ്റാൻ വലിയ പാടാണ്. മനസ്സിലായോ? കോസ്റ്റൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവും. എന്തുണ്ടാവും? കോസ്റ്റൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകും. കാര്യം ഈ വാട്ടർ പ്രഷർ കൂടുതലാവുകയാണ്. പിന്നെ എന്താണ്? ഇനി നമ്മുടെ സീയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സീൻ്റെ നാച്ചുറൽ ടെമ്പറേച്ചർ അതേപോലെ നാച്ചുറൽ സലിനിറ്റിക്കെല്ലാം ഇത് ബാധിക്കാം. മനസ്സിലായോ? കോൺക്രീറ്റ് വെള്ളത്തിലല്ലേ കലക്കി ഒഴുകുന്നേ? അല്ലേ? നമ്മൾ സീയിലല്ലേ, കടലിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ സീ അനിമൽസിന് അല്ലെങ്കിൽ സീ ലീവിങ്സിന് എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവാം. ക്ലിയർ? ഓക്കെ. ഇനി നാച്ചുറൽ വേവ് ഫോംസ് അല്ലെങ്കിൽ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് സീയുടെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്താണ്? വളരെ ഹൈ ആണ്. ഒരിക്കൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വലിയ പാടാണ്. എന്താണ്? മെയിൻ്റനൻസ് വളരെ പാടാണ്. ഓക്കെ. സോ അതൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റീവ്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? കടൽ ഭിത്തി, ഗ്രോയിൻസിൻ്റെ എഫക്റ്റ്. ഓക്കെ, ക്ലിയർ? ഇനി കോസ്റ്റൽ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻജിനീയറിംഗ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എൻജിനീയറിംഗ് സ്ട്രക്ചറിനെ 2 സ്ട്രക്ചർ പറഞ്ഞു. നാച്ചുറലും പറഞ്ഞു, ഹാർഡ് എൻജിനീയറിംഗും പറഞ്ഞു. അപ്പോൾ എൻജിനീയറിംഗിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? ഏതൊക്കെയാണ്? റീറ്റൈനിങ് വാള്, സീ വാള്, ഗേബിയൻസ്, ഗ്രോയിൻസ്, പിന്നെ എന്തുണ്ട്? പിന്നെ ബ്രേക്കേഴ്സ് ഇല്ലേ? ഹാർബറൊക്കെ ഇല്ലേ? ബ്രേക്ക് വാട്ടേഴ്സ്, അതിനെന്താ വിളിക്കുന്നത്? ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ട്. ഓക്കെ. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് റീലൊക്കേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ നൊറിഷ് ചെയ്യാൻ ചാൻസ് കൂടുതൽ ഏതിനാണ്? നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്യുമ്പോഴാണോ നാച്ചുറലി ചെയ്യുമ്പോഴാണോ സീക്ക് നൊറിഷ്മെൻറ്റ് ഉണ്ടാവുന്നത്? നാച്ചുറലി ചെയ്യുമ്പോഴാണ്. അല്ലേ? എന്താണ്?
നാച്ചുറലി ചെയ്യുമ്പോഴാണ് നമ്മുടെ അതിൻ്റെ അകത്തുള്ള സീയിലുള്ള കോറൽസിൻ്റെ കൺസർവേഷൻ, അതേപോലെയുള്ള മാൻഗ്രൂവ്സിൻ്റെ കൺസർവേഷനൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്തുള്ള സാൻഡ് ഡ്യൂൺസിൻ്റെ കൺസർവേഷൻ, മൺതിട്ടയുള്ള കൺസർവേഷനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാം. അതിനെയാണ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ കോളം വരച്ച് ഹാർഡ് മെത്തേഡും സോഫ്റ്റ് മെത്തേഡും ഇവിടെ മാർക്ക് ചെയ്യണം. ക്ലിയർ? ക്ലിയർ? ഓക്കെ. ഈ ഡി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഏത് വർഷത്തെയാണ്? ഇത് കുറച്ച് നല്ല കട്ടി കിട്ടതല്ലോ. 2017. ടഫായിട്ട് ഇട്ടതാണ്. റിപ്പ് കറൻസ് അറിയാമല്ലോ, റിപ്പ് കറണ്ട്. പക്ഷേ അത് മൊഡ്യൂൾ 5-ൻ്റെ കൂടെ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി റിപ്പ് കറണ്ട് ഇതിൻ്റെ കൂടെ വരുന്നതാണ്. റിപ്പ് കറണ്ട് അറിയാമല്ലോ, കറൻസ് പറഞ്ഞപ്പോൾ. എന്ന് പറഞ്ഞാൽ ഞാൻ ആ റിപ്പ് കറണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു അത് ആ മൊഡ്യൂളിൽ വരുന്നതല്ല എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെ കൂടെ വരുന്നതല്ല. നമ്മൾ എവിടെയാണ് റിപ്പ് കറണ്ട് പഠിച്ചത്? മൊഡ്യൂൾ 6-ലല്ലേ? ഇവിടെയല്ലേ പഠിച്ചത്? ഇനി വാട്ട് ആർ ദ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിഡർ ക്ലാസിഫൈ ലാൻഡ്സ്ലൈഡ്? ലാൻഡ്സ്ലൈഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇനി സീ പ്രൊട്ടക്ഷൻ എന്താണ്? സോയിൽ കൺസർവേഷൻ പ്രൊട്ടക്ഷൻ എന്താണ്? ഓക്കെ. ആ PDF നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. സ്വന്തം സെൻറ്റൻസിൽ എഴുതാൻ പറ്റുമെങ്കിൽ സ്വന്തം സെൻറ്റൻസിൽ എഴുതാനും നോക്കുക. ക്ലിയർ? പോയിൻ്റായിട്ട് എപ്പോഴും എങ്ങനെ എഴുതുക? പോയിൻ്റായിട്ട് എഴുതുക. ഓക്കെ. കാര്യം നിങ്ങൾ ഒരുപാട് വാരി